എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ, സംസ്കാരികയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ഉദയകുമാർ, ഈ പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തിയ സംസ്കാരികയുടെ സെക്രട്ടറി ശ്രീ വിനീത് സേവ്യർ, നന്ദി പറയുന്ന ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ചിത്ര ചന്ദ്രൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സംസ്കാരികയുടെ പ്രവർത്തകരെ, മറ്റ് ഈ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഈ സർവകലാശാലയുടെ പടി കയറുന്നത്. ഞങ്ങൾ പഠിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് ഈ യൂണിവേഴ്സിറ്റിയുടെ പേരെപ്പോഴും കേൾക്കുന്നത് കാലിക്കറ്റ് മഹാത്മാഗാന്ധിയെ മലർത്തിയടിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ പറയാറുണ്ട്. സ്പോർട്സ് മത്സരങ്ങളിൽ, ഗെയിംസ് മത്സരങ്ങളിൽ. അങ്ങനെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയെ പറ്റി കേൾക്കുക എന്നല്ലാതെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഈ വലിയൊരു മഹത്തായ ഒരു സർവകലാശാലയുടെ പടവിലേക്ക് കയറി വരാനൊരവസരം കിട്ടിയതിൽ സംസ്കാരക്ക് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. വളരെ ഗൗരവതരമായ, ഒരുപാട് വിശദീകരണത്തിനും വിവാദത്തിനും കാരണമാകുന്ന ഒരു വിഷയമാണ് എന്നോടിവിടെ സംവദിക്കാൻ പറഞ്ഞത്. ഞാൻ പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്ത് നമുക്ക് കൂട്ടമായി ചിന്തിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ്. പാട്ടും താളവും നമ്മുടെ സംസ്കാരവുമായി നല്ല ബന്ധമുള്ളതാണ്. എങ്ങനെയാണത് ബന്ധപ്പെട്ട് കിടക്കുന്നത്? മലയാള സംസ്കാരം മലയാള ഭാഷയുടെ വികാസത്തോടു കൂടിയാണ്. മലയാള ഭാഷ വികസിക്കുന്നത് പാട്ടിലൂടെയാണ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതി ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ടാണ്. ആ പാട്ട് പിന്നീട് കൃഷ്ണപ്പാട്ടും കിളിപ്പാട്ടും ഒക്കെയായി മാറുന്നതോടുകൂടിയാണ് മലയാള ഭാഷയുടെ വളർച്ച ഉണ്ടാകുന്നത്. പാനകളുണ്ടാവും, ജ്ഞാനപ്പാനകളുണ്ടാകും. അതിനു മുമ്പ് സംസ്കൃത ശ്ലോകങ്ങളിൽ പാട്ടുണ്ടായിരുന്നില്ല. സംസ്കൃത ശ്ലോകവും മലയാള ഭാഷയിലെ വൃത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം, താറിടാത്ത ഒരു റോഡിലൂടെ കുന്നുകയറിപ്പോകുന്ന ഒരു വണ്ടിയുടെ താളമായിരിക്കും സംസ്കൃത ശ്ലോകങ്ങൾ. ധാരിൽ തന്വീ കടാക്ഷഞ്ചല മധുപകുലാരാമ രാമാജനാനം നീരിൽ താർബാണ വൈരാകര നികരതമോ മണ്ഡലീ ചണ്ഡഭാനം എന്ന മട്ടിൽ ആ കുണ്ടും കുഴിയും നിറഞ്ഞ അതിലൂടെ വണ്ടി പോകുന്നത് പോലെയാണ്. എന്നാൽ നല്ല മെക്കാടം താറിങ്ങി കഴിഞ്ഞ ഒരു റോഡിലൂടെ, വളരെ സ്മൂത്തായിട്ട് MC റോഡിലൂടെ വണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഗോപന്മാരെല്ലാരും ഭജനമോരോന്നിൽ ഗോരസമോരോന്നേ പുരിച്ചപ്പോൾ എന്ന് കൃഷ്ണഗാഥയിലെ വരി പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു താളമാണ്. ആ താളത്തിലേക്ക് മലയാള ഭാഷയിൽ നമ്മുടെ സാഹിത്യത്തെ കൊണ്ടുവന്നു എന്നതാണ് പാട്ട്. ഈ പാട്ട് കേവലം ഒരു വൃത്തം, കേക, കാകളി, കളകാഞ്ചി, മഞ്ചരി തുടങ്ങിയ വൃത്തങ്ങളിലൂടെ മാത്രം ഉണ്ടാകുന്നതല്ല. ഇതൊന്നും ഏതെങ്കിലും ഒരു സാഹിത്യകാരനോ കേരളപാണിനിയോ ഇരുന്നിട്ട് ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയ വൃത്തങ്ങളൊന്നുമല്ല. നമ്മുടെ നാടിൻ്റെ വായ്ത്താരിപ്പാട്ടുകളായിരുന്നു. ആ വായ്ത്താരിപ്പാട്ടുകൾ ഉറക്കുപാട്ടുകളാവട്ടെ, കൃഷിപ്പാട്ടുകളാവട്ടെ, നാടൻ പാട്ടുകളാവട്ടെ, അതിൻ്റെ ഈണങ്ങളെല്ലാം പിന്നീട് അക്ഷരബന്ധിതമായിട്ട് നിയമസംഹിതയിലേക്ക് വന്നപ്പോൾ, ഒരു സമൂഹത്തിൻ്റെ വളർച്ച മുറ്റുമ്പോഴാണല്ലോ അതിന് ഭരണഘടന ഉണ്ടാകുന്നത്. അതുപോലെ ഒരു ഭാഷയ്ക്ക് വളർച്ച മുറ്റുമ്പോഴാണ് അതിന് വ്യാകരണ ശാസ്ത്രം ഉണ്ടാകുന്നത്. അത്തരത്തിൽ വളർന്നു വന്നിരിക്കുന്ന വൃത്ത നിയമങ്ങൾ ഉണ്ടാകുന്നു. ആ വൃത്ത നിയമങ്ങളിൽ ഈ ഈണങ്ങളെ ബന്ധിതമാക്കുന്നു. പക്ഷെ പാട്ടുകൾ എങ്ങനെയാണ് ആദ്യം ഉണ്ടായത്? പാട്ടുകൾ ആദ്യം ഉണ്ടായത് സങ്കടപ്പാട്ടുകളായിട്ടുണ്ടായി, തൊഴിൽ പാട്ടുകളായിട്ടുണ്ടായി, ആയാസരഹിതമായി താളം ഒരുമിച്ച് ചെയ്യാനുള്ള പാട്ടുകളുണ്ടായി. ഞങ്ങളുടെ നാട്ടിൽ നാട്ടിപ്പാട്ട് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നാട്ടിപ്പാട്ട് എന്ന് പറയുന്നത് ഞാറ് നടുമ്പോൾ ആ താളം ഒരുമിച്ചാകാൻ വേണ്ടിയിട്ടാണ് ആ പാട്ട്. ഓരോ ആക്സെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഈ ഞാറ് ഊന്നുന്നത്. അല്ലെങ്കിൽ പലരും പല താളത്തിൽ ഞാറൂന്നിയാൽ ലെവലായിട്ട് വരില്ല. ഒരാൾ കൽക്കത്തയിലുണ്ടാവും, ഒരാൾ ഗുജറാത്തിലുണ്ടാവും, ഒരാൾ കന്യാകുമാരിയിലുണ്ടാവും. ലെവലുണ്ടാവില്ല. എല്ലാവരും ഒരു ലെവലായിട്ട് നട്ട് പുറകോട്ട് വരണമെങ്കിൽ അതിന് പാട്ട് വേണം. അതിനുവേണ്ടി താളപ്പാട്ടുകളുണ്ടായി. പിന്നീട് ഒരു മരം
ഒരു കല്ല് ഉരുട്ടി മാറ്റണമെങ്കിൽ എല്ലാവരുടെയും ശക്തി ഒരേ സമയത്തേക്ക് കേന്ദ്രീകരിക്കണമെങ്കിൽ അതൊരു പാട്ടായിരുന്നു. എന്ന് പറയുമ്പോൾ ഒന്നിച്ച് തള്ളുകയാണ്. അതിലൂടെ ഏറണം കുന്നേ പയ്യേ പയ്യേ ഏലേലേലേലോ എന്റെപ്പായേലേലേലേലോ എന്ന വായ്ത്താരി ഉണ്ടാകുന്നു. പക്ഷെ വായ്ത്താരിയിൽ അവൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിഷേധങ്ങളും ചേർത്തുകൊണ്ട് കുന്നുമ്മക്കേരിയാലീറ്റേ വെട്ടാം കൊട്ടേ നെയ്യാം പട്ടി നെയ്യാം വരണോരേ കാണാം പോണോരേ കാണാം മേലേലേലേലോ എന്റെപ്പായേലേലേലോ. അതിൻ്റെ അടുത്ത വരിയിൽ ഈറ്റേം വെട്ടി പാട്ടും പാടി കുടിയേ ചൊല്ലുമ്പ കണ്ണീരാണേ പള്ള പശിക്കണ കണ്ണീരാണേ കണ്ണീരു മാറ്റാൻ എന്തുണ്ടെൻ്റെപ്പ. വടിയെടുക്കപ്പ എന്നാ പറയുന്നത്. കണ്ണീരു മാറ്റാൻ വടിയെടുക്കപ്പ. പിന്നീടാണ് വടിയിൽ കൊടികട്ടപ്പ എന്ന് പിന്നെ വന്നത്. പണ്ട് വടിയെടുക്കപ്പ നടക്കപ്പ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിൻ്റെ പ്രതിഷേധമായിരുന്നു. ഈ കുന്നിൻ്റെ മേലെ പണിയെടുത്ത് തളർന്നു വന്നിട്ട് വരുമ്പോൾ തമ്പുരാന്റെ വീട്ടിൽ വെള്ളത്തിന് ചോദിക്കുമ്പോൾ തമ്പുരാന്റെ വീട്ടിലെ പാത്രങ്ങളിലൊന്നും വെള്ളം തരില്ല. അപ്പൊ അടക്ക അറിയില്ല, ഇവിടെ ഇല്ല അടക്ക, കൗങ്ങിൻ്റെ അടക്ക പൊളിച്ചാൽ അതിൻ്റെ ചിമിഴ് പോലുള്ള 2 തോടുണ്ടാവും. ആ തോട്ടിലെങ്കിലും വെള്ളം തരുമോ എന്ന് ചോദിച്ചിട്ട് ആ വെള്ളം കൊടുക്കാത്ത തമ്പുരാന്റെ നിഷേധാത്മക നിലപാടിനെതിരായിട്ട് അതിൻ്റെ സങ്കടവും പ്രതിഷേധവുമാണ് അവൻ്റെ പാട്ടുകളായി മാറിയത്. ആ പാട്ടാണ് 100 കാതോ വഴി നടന്ന് തൊണ്ട പൊട്ടി വന്ന നേരോ ഒരടക്കാത്തോട് വെട്ടി തണ്ണിതായോ തമ്പ്രാക്കളെ. അപ്പൊ തമ്പ്രാന്റെ മറുപടി തണ്ണി താണ്ടേ കിണറ്റിൻ്റെ അകത്ത് പാള താണ്ടേ കങ്ങുമ്മല് കാരി താണ്ടേ തൊണ്ടുമ്മല് കോരിക്കുടി. തണ്ണി കിണറിലുണ്ട്. കോരി കുടിക്കാൻ കവുങ്ങിൻ്റെ പാള പൊളിച്ച് കോട്ടി തൊട്ടിയാക്കിയിട്ട് തൊണ്ട് തല്ലി ചകരി പിരിച്ച് കയറാക്കിയിട്ട് അത് കെട്ടിയിട്ട് അപ്പോഴേക്കും ദാഹിച്ച് മരിച്ചാലും എന്ന വെള്ളം കൊടുക്കില്ല എന്ന് പറയുന്ന നിഷേധാത്മകം. വയനാട്ടിലെ ആദ്യ പണിയപ്പാട്ടുണ്ട്. ഉറങ്ങുറങ്ങ് പുള്ളി നീ ഉറങ്ങ് ഉണരാതെ പുള്ളി നീ ഉറങ്ങ് അപ്പനിപ്പോ മലയിൽ കൊത്തി ചാവും അമ്മയിപ്പോ വയലിൽ നട്ട് ചാവും. പണിയെടുത്ത് മരിക്കും മോനെ, നീ ഒന്ന് ഉറങ്ങിത്തരും മോനെ എന്ന് പറയുന്ന പാട്ടുകൾ. സങ്കടങ്ങൾ സന്തോഷങ്ങളായിരുന്നു, സങ്കടങ്ങൾ പ്രതിഷേധങ്ങളായിരുന്നു അന്നത്തെ പാട്ടുകൾ. ആ പാട്ടുകളുടെ വായ്ത്താരികളിൽ നിന്ന് മെല്ലെ ആ പാട്ടുകളിൽ നിന്നാണ് ഭക്തിയിലേക്ക് പ്രവേശിച്ചത്. ഭക്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭക്തി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭക്തിയെ പ്രൊമോട്ട് ചെയ്യലായിരുന്നില്ല. കൊട്ടാരക്കെട്ടുകളിലും ഇല്ലപ്പറമ്പിലുകളിലും മാത്രമുള്ള ഭക്തിയെ എടുത്ത് ജനകീയമാക്കി കൊണ്ടുവരികയായിരുന്നു അന്ന് ഭക്തിപ്രസ്ഥാനം. അതൊരു വിപ്ലവമായിരുന്നു. ഭക്തിപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യൻ്റെ ഇടയിൽ നിൽക്കുന്ന പുരോഹിതന്മാരെന്ന് പറയുന്ന മധ്യവർഗത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് നേരിട്ട് കണക്ഷൻ കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഭക്തിപ്രസ്ഥാനം. മനസ്സിലാക്കണം. പാട്ടുപാടിയിട്ട് നേരിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുക, ഹര ഹര ശിവ ശിവ എന്ന് ഒരു നാമം ചൊല്ലേടാ പാമരനെ ഉനക്കതിൽ പാരമെന്നേടാ യമൻ വന്നാൽ കൊല്ലാത്തവൻ വിടമാട്ടാ സാംബശിവദാസൻ എന്നാൽ തൊടമാട്ടാ. മരണഭയത്തെ ഒഴിവാക്കാൻ നീ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മരണം എന്ന ഭീകരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോക്ഷമുണ്ടാക്കാൻ തന്ത്രിമാർക്കും ബ്രാഹ്മണന്മാർക്കും പൈസ കൊടുത്തിട്ട് ഇടനിലക്കാരാക്കിയിട്ട് അവർ അഭിഷേകം നടത്തണ്ട, അവർ പൂജ നടത്തണ്ട, നീ നേരിട്ട് പ്രാർത്ഥിച്ചാൽ നിനക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇടനിലക്കാരായിരിക്കുന്ന പുരോഹിതവർഗത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കലായിരുന്നു ഭക്തിപ്രസ്ഥാനം. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കിളിപ്പാട്ടുകളൊക്കെ ഉണ്ടാകുന്നത്, എഴുത്തച്ഛൻ്റെ പാട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ ഭക്തിയെ വികേന്ദ്രീകരിക്കുന്നതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ കവിത അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ആർക്കുള്ളതാ?
അക്ഷരങ്ങൾ എന്ന് പറയുന്നത് നായർക്കും നമ്പ്യാർക്കും വരെ ഇല്ല. നമ്പ്യാർ ഇവിടെയുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ നായർ അധികവും നമ്പ്യാരാണ്. നായർക്കും നമ്പ്യാർക്കും വരെ അക്ഷരം നിഷേധിച്ചിരുന്നൊരു കാലഘട്ടം. ശൂദ്രനായിരുന്നു അവർ. ശൂദ്രന്മാർക്കൊന്നും അക്ഷരം ഉണ്ടായിരുന്നില്ല. വൈശ്യന്മാർക്ക് വരെ മാത്രമേ അക്ഷരം ഉണ്ടായിരുന്നുള്ളൂ. ആ അക്ഷരങ്ങളിൽ നിന്ന് മാറിയിട്ട് നായന്മാർക്കും നമ്പ്യാന്മാർക്കും ആർക്കും, അക്ഷരം പഠിക്കുന്ന ആർക്കും ദൈവത്തിൻ്റെ അടുത്തെത്താനും പാട്ടുപാടാനും കവിത വായിക്കാനും അധികാരം കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് ഭക്തിപ്രസ്ഥാനം വന്നത്. ആ ഭക്തിപ്രസ്ഥാനം വന്ന് പിന്നീട് അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് സകലമാന മനുഷ്യരേക്കും വന്നു. അതിനിടയിൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ വന്നു. ആ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വെളിച്ചത്തെ ഗ്രാമത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് ഒരുപാട് ഖണ്ഡകാവ്യങ്ങളുണ്ടായി, ചെറു കവിതകളുണ്ടായി. ആ കവിതകളിലൂടെയൊക്കെയും കുമാരനാശാനും വള്ളത്തോളും ഉള്ളൂരൊക്കെ വന്നിട്ട് അവർ ഈ ദർശനങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കാൻ അക്ഷരങ്ങളിലൂടെ ഇതൊക്കെ കവിതകളായിരുന്നു. ചന്തുമേനോനും സി വി രാമൻപിള്ളയും വരുന്നതോടുകൂടിയാണ് പുതുപ്രസ്ഥാനം എന്നതിൽ ന്യൂവൽ പ്രസ്ഥാനം, നോവൽ പ്രസ്ഥാനമായിട്ട് വരുന്നത്. ആ നോവൽ പ്രസ്ഥാനം വരുന്നതിന് വരെ നമ്മുടെ സാഹിത്യം എന്ന് പറഞ്ഞാൽ പാട്ട് തന്നെയായിരുന്നു, താളം തന്നെയായിരുന്നു. ആ താളം സംസ്കൃത താളങ്ങളും ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും കുസുമമഞ്ജരിയും തുടങ്ങിയ സംസ്കൃത വൃത്തങ്ങളിൽ നിന്ന് ഭാഷയെയും കവിതയെയും മോചിപ്പിച്ചിട്ട് പാട്ടുകളിലേക്ക് കൊണ്ടുവന്ന് ഈണത്തിൽ പാടാൻ പറ്റിയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് അന്നൊരു വിപ്ലവം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷേ ആ കാൽപ്പനിക വസന്തം ആരംഭിക്കുന്നതോടുകൂടി പാട്ട് കലാപമാക്കുന്നത് കുറവായിരുന്നു. സങ്കടങ്ങൾ നെടുവീർപ്പുകൾ, മരണത്തെ പറ്റിയിട്ടുള്ള ചിന്തകൾ, തത്വശാസ്ത്രങ്ങൾ എന്നിവ പാട്ടുകളിലേക്ക് വരികയാണ്. കലാപമാകുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തോടു കൂടിയാണ്. തത്വശാസ്ത്രങ്ങൾ കീഴാളൻ്റെ മോചനത്തിന് വേണ്ടി കൂടി ആവണമെന്ന ഉദ്ദേശത്തിൽ ഈ പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന, അവതാരങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നിഷിദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന ഒരു ചെറിയ സിമ്പിളായ പാട്ടാണെങ്കിലും അതൊരു കലാപമായിരുന്നു. ആ കലാപം ദൈവങ്ങളെ മനുഷ്യ സൃഷ്ടിച്ചതാണെന്ന് അമ്പലത്തിൽ പോലും ഗാനമേളയ്ക്ക് ഇപ്പോൾ പാടുക. ഇപ്പോഴും പാടുന്നുണ്ട് അമ്പലങ്ങളിൽ പോലും ഗാനമേളയ്ക്ക്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം ആരാ ഉണ്ടാക്കി? ആരാ? ദൈവമാണോ മനുഷ്യനാണോ എന്ന ചോദ്യം. ഈ ഭൂമിയിൽ മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഒരു ദൈവത്തിനും പേരില്ല, ഒരു വസ്തുവിനും പേരില്ല. ഭൂമിക്ക് ഭൂമി എന്ന് പേരില്ല, ആകാശത്തിന് ആകാശം എന്ന് പേരില്ല, ദൈവത്തിന് എന്ന പേരില്ല. മനുഷ്യൻ ഭാഷ കണ്ടുപിടിച്ചതിന് ശേഷമാണ് എല്ലാ ദൈവങ്ങളും ഉണ്ടായത് എന്ന തത്വത്തെ വളരെ സിമ്പിളായി ഒരു പാട്ടിൽ അവതരിപ്പിച്ചുകൊണ്ട്, പിന്നെ പുരാണ ഇതിഹാസങ്ങളിൽ പൂണൂൽ കൊണ്ട് കറുത്ത വാവുകൾ, അല്ലെ, പൂണൂൽ കൊണ്ടും കാവിക്കൊടി കൊണ്ടും സത്യത്തെ മറച്ചു വെച്ചിരിക്കുന്ന കറുത്ത വാവുകളെ എന്നൊക്കെ വയലാറ് പാട്ടുപാടുന്ന ധൈര്യം ഉണ്ടാകുന്ന പാട്ടുകൾ ഉണ്ടാവുകയാണ് ആ സമയത്ത്. ഈ പാട്ടിൻ്റെ കൂട്ടത്തിൽ പക്ഷേ ആ പാട്ടിലെ വിപ്ലവ പ്രവർത്തനങ്ങൾ, സത്യം മയക്കുമരും നിന്റെ ചിറകിൽ, സ്വർഗത്തു പറക്കുമീ നാട്ടിൽ ഇല്ലാത്ത, സ്വർഗത്തു പറക്കുമീ നാട്ടിൽ എന്ന് പാടുന്നു. ഭൂരിപക്ഷമല്ല സത്യമെന്ന്, ന്യൂനപക്ഷത്തിന്റെ സത്യമെന്ന് പറയാൻ വേണ്ടി പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ, ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി, വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. 1,00,000 നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടും രാത്രിക്ക് വെളിച്ചം കിട്ടുന്നില്ല, എന്നാൽ പകലിന് ഒറ്റ വിളക്കേ വേണ്ടൂ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷമല്ല സത്യം നിശ്ചയിക്കുന്നത്, സത്യം അതിൻ്റെ വെളിച്ചത്തിൻ്റെ മൂല്യമാണ് നിശ്ചയിക്കുന്നത് എന്ന് തുറന്നു പറയുന്ന പാട്ടുകൾ ഉണ്ടാകുന്നു. പിന്നെ ശ്രീകുമാരൻ തമ്പിയുടെ തത്വശാസ്ത്ര പാട്ടുകൾ ഉണ്ടായിരുന്നു. സുഖമൊരു ബിന്ദു എന്ന തത്വശാസ്ത്ര പാട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ മതത്തിൻ്റെ കെട്ടുപാടുകൾക്കപ്പുറത്തേക്ക് ആണ് ദൈവമെന്ന് ബോധ്യപ്പെടുന്ന, ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. അങ്ങനെ മാനവികതയെയും മതനിരപേക്ഷതയെയും തത്വശാസ്ത്രത്തെയും ബോധ്യപ്പെടുത്തുന്ന സിനിമാ ഗാനങ്ങൾ ഉണ്ടാവും.
പക്ഷെ ആ സിനിമാ ഗാനങ്ങളുടെ കാലഘട്ടത്തിലെ ഇതൊക്കെ മുങ്ങിപ്പോയത് സത്യമാഷ് മുതൽ മോഹൻലാൽ വരെ മലയാള സിനിമയിൽ അഭിനയിച്ച നടന്മാരുടെ പ്രണയത്തിന്റെ സുന്ദരമായ പാട്ടുകളാണ് ഇതിനെയൊക്കെ മേലെ നിന്നത്. കാൽപ്പനികതയുടെ വസന്തം മുഴുവൻ വിടർന്നു നിന്നത് അന്നത്തെ സാധാരണക്കാർക്ക് ഇത് മനസ്സിലായത് ഒത്തുചേർന്ന് പൂനിലാവും കതിരും കൊയ്യാൻ വേണ്ടിയിട്ട് രണ്ടും ഒരുമിച്ച് കൊയ്യാൻ കേരളത്തിലെ സാധാരണ മനുഷ്യരെ പഠിപ്പിച്ചു. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിഞ്ഞു നിൽക്കുന്ന പെണ്ണ് അന്നത്തെ ആകെയുള്ള ഒരു ഫേസ്ബുക്ക് ആകാശത്തെ ചന്ദ്രകലയാണ്. ഈ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലൊരു ഗുണം എന്താന്ന് പറഞ്ഞാൽ എനിക്കും കണ്ണൂരുള്ള എനിക്കും ഇവിടെയുള്ള നിങ്ങൾക്കും ഒരേ സമയത്ത് ഒരു കാര്യം കാണാൻ പറ്റുന്നു എന്നതാണല്ലോ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഗുണം. അന്നത്തെ പെൺകുട്ടിക്ക് പണിയെടുത്ത് തളർന്നിട്ട് മരത്തിന്റെ ചോട്ടിൽ വാടി നിൽക്കുന്നവൾക്ക് ആകെയുള്ള ഒരു കാൽപ്പനികത ആകാശത്തെ ചന്ദ്രകലയാണ്. കാമുകനും കാമുകിയും ഒരേ സമയത്ത് കാണുന്നത്. അതിൽ നോക്കി നിൽക്കുന്ന പെണ്ണിനോട്, ആ മരത്തിന്റെ പൂന്തണലിൽ വാടി നിൽക്കുന്ന പെണ്ണിനോട്, നീ എൻ്റെ കൂടെ പോരുന്നോ? എവിടെ പോരുമോ നീ, പോരുമോ നീ, നേര് നേടും പോരിൽ എന്ന്. സത്യം വിജയിക്കുന്ന പോരാട്ടത്തിൽ നീ എൻ്റെ കൂടെ വാളുയർത്താൻ, തോളോട് തോൾ ഒത്തുചേർന്ന് വാളുയർത്താൻ പോരുന്നോ എന്ന പാട്ടിൽ ONV അവസാനം ഒരു വരി ചേർത്തിട്ടുണ്ട്. പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനല്ലേ, ഗാട്ടുകാരനല്ലേ. ഗാട്ടുകാരല്ലേ അത്. ഗാട്ടുകാരൻ എന്ന് പറയുന്നത് ഗാർഡാണ്. നമ്മുടെ ടൗണിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന ഗാർഡുണ്ടല്ലോ, സുരക്ഷ ഗാട്ടുകാരൻ, ആ ഗാർഡാണ്. നാളെയുടെ സുരക്ഷാഭടൻ പാട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പാട്ടിലൂടെ, നാടകത്തിലൂടെ പൊളിറ്റിക്സിലേക്ക് പാട്ടിനെ കൊണ്ടുവരുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തോടു കൂടിയാണ് പാട്ടിലൂടെ പൊളിറ്റിക്സിലേക്ക് വരുന്നത്. പക്ഷെ ആ പൊളിറ്റിക്സിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വേർതിരിവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമൊക്കെ വന്നു എന്നല്ലാതെ ആ പൊളിറ്റിക്സിൽ ഒന്നും തന്നെ എവിടെയും നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറയുന്നല്ലാതെ ആ പൊളിറ്റിക്സിൽ ഒന്നും തന്നെ ദളിതന്റെ രാഷ്ട്രീയവും ദളിതന്റെ വിഷയങ്ങളും വ്യക്തമായ രീതിയിൽ, ഞാൻ ചണ്ടാലഭിക്ഷയും ദുരവസ്ഥയും നിഷേധിച്ചുകൊണ്ടല്ല പറയുന്നത്, ദളിതന്റെ രാഷ്ട്രീയം പാട്ടിലൂടെ അവതരിപ്പിച്ച് അതൊരു കലാപമാക്കി മാറ്റിയെടുക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ ഒരുപാട് കാലഘട്ടം മലയാളക്കര കാത്തു നിൽക്കുന്നു. മലയാളക്കര ഒരുപാട് കാലം കാത്തു നിന്നിട്ട് ഇപ്പം അടുത്ത കാലത്തുണ്ടായി. ഇപ്പം അടുത്ത കാലത്താണ് ശബ്ദം കൂട്ടുന്നതും താളം മുറുങ്ങുന്നതുമായ പാട്ടുകൾ വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ശബ്ദം കൂട്ടി നിഷാദത്തിലേക്ക് മാറ്റി. നിഷാദം എന്ന് പറഞ്ഞാൽ കാട്ടാളന്റെ ശബ്ദമാണ്. കാട്ടാളൻ ആദ്യം ആശയവിനിമയം നടത്തിയത് ഒറ്റക്കമ്പീനാദം മാത്രം മൂളും എന്നല്ല. കാട്ടാളന്റെ ആശയവിനിമയം ഏഹേ എന്നായിരുന്നു, ഓഹോ എന്നായിരുന്നു. ഉച്ചസ്ഥായി ശബ്ദമായിരുന്നു നിഷാദന്റെ ശബ്ദം. അതാണ് നിഷാദം. കാട്ടാളന്റെ ഒച്ചയാണ് നിഷാദം. ആ കാട്ടാളന്റെ ഒച്ച, ആ ശബ്ദം, ഉച്ചസ്ഥായിലുള്ള പാട്ടുകൾ ചിക്കുമുക്ക് ചിക്കുമുക്ക് റെയിലേ എന്ന് വരുന്നതോടുകൂടിയാണ് നമ്മളിലേക്ക് വരുന്നത്. ഇവിടെ ഉച്ചസ്ഥായിലുള്ള ശബ്ദം പാട്ടിലേക്ക് കടന്നു വരിക. അല്ലെങ്കിലോ മെല്ലെ കാൽപ്പനിക ഭാവത്തിൽ വളരെ അഴകുഴമ്പനായിട്ട് തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണെ. യഥാർത്ഥത്തിൽ നമ്മളെ മലയാള ഭാഷയുടെ സംസ്കാരത്തെ ഏറെക്കാലം വികസിക്കാതെ തടഞ്ഞു നിർത്തിക്കളഞ്ഞത് നമ്മുടെ നാട്ടിലെ പാട്ടിനെ ആസ്വദിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ പുതിയ തലമുറയിലെ കുട്ടികളോട് പറഞ്ഞത് നീ യേശുദാസിനെ പോലെ പാടണമെന്ന് പറഞ്ഞിട്ടാ, നീ ജയചന്ദ്രനെ പോലെ പാടണമെന്ന് പറഞ്ഞിട്ടാ. അതാണ് നമ്മുടെ പാട്ടിൻ്റെ വികാസത്തെ തടസ്സപ്പെടുത്തിയത്. എല്ലാവരും യേശുദാസിനെ പോലെ പാടാൻ ശ്രമിച്ചു, ജയചന്ദ്രനെ പോലെ പാടാൻ ശ്രമിച്ചു. തന്നെ പോലെ പാടാൻ ഒരു വേടം വരേണ്ടി വന്നു. തന്നെ പോലെ പാടാൻ ഇപ്പോൾ ഒരു വേടം വന്നു. അതിൻ്റെ ഇടയിൽ ആ പാട്ടിനെ ഉപഭോഗ സംസ്കാരത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. വില്ലത്തരമാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യലെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു. കത്തി കൊണ്ട് കുത്തലാണ് വിപ്ലവം എന്ന് വിചാരിച്ചു. അതാണ് പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് 10-ൽ 10 മാർക്ക് ഇല്ലുമിനാട്ടി എന്ന പാട്ടുണ്ടായി അല്ലേ? ഇല്ലുമിനാട്ടി എന്ന പാട്ട് ആവേശ സിനിമയിലെ പാട്ടുണ്ടായി. എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും നിഷേധിക്കലാണ് വിപ്ലവം. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങൾ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം. പക്ഷെ ആ പാത വഴിതെറ്റാൽ
ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റലാണ് എൻ്റെ അവകാശം. വഴി നടക്കലാണ് അവകാശം എന്ന് പറഞ്ഞ വൈക്കം സത്യാഗ്രഹത്തെ നിഷേധിച്ചുകൊണ്ട് വഴി തെറ്റലാണ്. ഈ വഴി തെറ്റിയിട്ട് എങ്ങോട്ടാ പോകുന്നത്? വഴി പരിഷ്കരിച്ച് പുതിയ വഴി കണ്ടെത്തലല്ല, വഴി തെറ്റിപ്പോകലാണ്. ആ വഴി തെറ്റിപ്പോകലാണ് അവകാശമെന്ന് പറയുന്ന ഒരു ഭാഗത്ത് ജനത തുള്ളുകയും മറുഭാഗത്ത് എനിക്ക് അമ്പലത്തിൽ പോകണ്ടെന്ന് പറഞ്ഞ് സ്ത്രീകൾ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യത്തെ കേരളം കണ്ടു. വഴിതെറ്റലാണ് അവകാശം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ തലമുറ തുള്ളുന്നു. മറുപക്ഷത്ത് ഞങ്ങൾക്ക് അവകാശം വേണ്ട, അമ്പലത്തിൽ ഞങ്ങൾക്ക് പോകണ്ടെന്ന് പറയുകയും മതജാതി ബോധത്തിന്റെ തടവറയിൽ പെട്ടുകിടക്കുകയും ചെയ്യുകയാണ്. ഈ കേരളത്തിൽ വേടനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ പോകുന്നു, ഒരുപാട് ചെറുപ്പക്കാർ പോകുന്നു, ഭയങ്കര ജനക്കൂട്ടം പോകുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനെ കണ്ടുകൂടാത്ത ഒരു വൻ ജനത ഈ കേരളത്തിലുണ്ട്. ഇവനെ നിഷേധിക്കുന്ന ഒരു വൻ ജനത ഈ കേരളത്തിലുണ്ട്. ചാതുർവർണ്ണത്തിൻ്റെയും നാടുവാഴിത്തത്തിൻ്റെയും ആ കെട്ടുപാടുകൾ ഇപ്പോഴും തലയിൽ പേറി നടക്കുന്ന ഒരു വൻ ജനത ഈ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. ആ ജനതയുടെ എണ്ണം കുറയുന്നില്ലെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് വേടന്റെ പാട്ടുകളുടെ മുറുക്കം. ആ മുറുക്കം ഒരു ഭാഗത്ത് വരുമ്പോൾ ആ മുറുക്കത്തിന് തുല്യവും വിപരീതവുമായിട്ട് സാംസ്കാരിക ച്യുതിയും മറുഭാഗത്ത് കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ആളുകൾ പോകുന്നതിൻ്റെ അളവ് വർദ്ധിക്കുന്നുണ്ട്. തൊഴുന്നതിലും ഭക്തി പ്രാർത്ഥിക്കുന്നതിലൊന്നും എനിക്ക് ഒരു വിരോധവുമില്ല. അതൊക്കെ ഓരോ ആളുടെ സൗകര്യമാണ്. പക്ഷേ ആ ഭക്തിയിൽ എവിടെയും തന്നെ ആഴത്തിലുള്ള തത്വശാസ്ത്രാധിഷ്ഠിതമായ സത്യാന്വേഷണമോ നന്മയോ സൗന്ദര്യബോധത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഭക്തി ഉണ്ടാകുന്നില്ല. എന്ന് പറഞ്ഞാൽ അടിത്തറയില്ലാത്ത ശ്രീകോവിലുകളാണ് കേരളത്തിൽ കൂടുതൽ നിർമ്മിക്കുന്നതെന്നർത്ഥം. ശ്രീകോവിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്പല കമ്മിറ്റി കൂടിയപ്പോൾ അസ്ഥിവാരം, ഇവിടെ വാനം എന്നല്ലേ പറയാ, വാനം കല്ലുകൊണ്ട് വേണോ, കരിങ്കല്ല് കൊണ്ട് വേണോ, അല്ല പിന്നെ ചെങ്കല്ല് കൊണ്ട് വേണോ, എങ്ങനെ ഉരുളങ്കല്ല് വേണോ എന്ന് തർക്കം നടന്നപ്പോൾ കമ്മിറ്റി പ്രസിഡന്റ് പറയാ, അതാരും കാണുന്നില്ലല്ലോ, അത് വെറുതെ പേരിന് മതി, നമുക്ക് നല്ല തറ കെട്ടാം, ചുമര് വെക്കാം, നല്ല മേൽക്കൂരയുണ്ടാക്കാം. അങ്ങനെ ശ്രീകോവിലെടുത്തു, ഒറ്റ മഴക്ക് ഒലിച്ചുപോയി. അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലെ ഭക്തി. അടിത്തറയില്ല. തത്വശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകളോ ദർശനങ്ങളോ ഒന്നും ആർക്കും വേണ്ട. അതിൽ പറഞ്ഞിരിക്കുന്ന നന്മയുടെ കണങ്ങൾ വേണ്ട. നമ്മൾ ക്ഷേത്രത്തിലെ സാംസ്കാരിക സമ്മേളനത്തിൽ പോയാൽ എന്താ പറയുക ആളുകൾ എന്നറിയോ? ഇവിടെ നേർച്ച വർദ്ധിപ്പിക്കുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇവിടെ പൂജ, ആടെ 4 അമ്പലത്തിൽ പോകണം, ഇവിടെ ഇത്ര നേർച്ച കൊടുക്കണം, ഇവിടെ ഇന്ന ഈ പുരോഗമനാത്മക കേരളത്തിലും തൃശ്ശൂരിലെ കുട്ടിച്ചാത്ത മഠങ്ങളുടെ എണ്ണത്തിൽ ഒന്നുപോലും കുറവുണ്ടായില്ല, കൂടി വരുന്നു എന്നതാണ്. എവിടെയാണ് പോകുന്നത് കേരളം? കുട്ടിച്ചാത്ത മഠങ്ങളൊന്നും ഭക്തിയിലൂടെ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. കുട്ടിച്ചാത്ത മഠങ്ങളെല്ലാം മറ്റൊരുത്തൻ്റെ സംഹാരത്തിന് വേണ്ടിയിട്ട്, കല്ലെറിയാൻ വേണ്ടിയിട്ടാണ് കുട്ടിച്ചാത്ത മഠങ്ങൾ ഉപയോഗിക്കുന്നത്. കുട്ടിച്ചാത്തം കല്ലെറിയാൻ, മലമ്പാരി എറിയാൻ വേണ്ടിയിട്ടൊക്കെ ആഭിചാര കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇടങ്ങൾ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം ഈ കേരളത്തിലുണ്ട്. ഒരു ഭാഗത്ത് ആധുനിക സംസ്കാരത്തിൻ്റെ മുറുകുന്ന താളമുണ്ടെങ്കിലും മറുഭാഗത്ത് കാൽപ്പനികതയുടെ ബോധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ഉത്തരാധുനികതയിലേക്ക് എത്തുന്നതിന് പകരം പഴയ ഫ്യൂഡലിസ്റ്റ് സങ്കല്പങ്ങളിൽ അഭിരമിക്കുന്ന ഒരു തലമുറ മറുഭാഗത്ത് ശക്തിപ്പെട്ടു വരുന്നു. ഈ വൈരുദ്ധ്യത്തിൽ മുറിച്ചു കടക്കാൻ നമ്മുടെ ഈ തീവ്രമായ താളം എന്താണ്? പാട്ട് എന്ന് പറഞ്ഞാൽ അമരസല്ലാപമാണെന്ന സങ്കല്പമുണ്ടല്ലോ, അല്ലേ? സർഗം സിനിമയിൽ ഒരു വരിയുണ്ടല്ലോ, സംഗീതമേ അമരസല്ലാപമേ. യഥാർത്ഥത്തിൽ അമരസല്ലാപമാണോ പാട്ട്? അല്ല. അമരസല്ലാപം പാട്ടുകളായിരുന്നില്ല, അത് ശ്ലോകങ്ങളായിരുന്നു. ശ്ലോകങ്ങൾ പാട്ടുകളല്ല, നിയന്ത്രിതമായ വൃത്തമാണ്. വൃത്തത്തിനകത്തുനിന്ന് ഛന്ദസ്സിന്റെ പുറത്തു പോകാൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ പാട്ടുകൾ, വായിക്ക് തോന്നിയ കോതക്ക് പാട്ട് എന്ന് പറയുന്നത് ഒരു നാടൻ ചൊല്ലുണ്ട്, വായക്ക് തോന്നിയ കോതക്ക് പാട്ട്. ആ വായക്ക് തോന്നിയത് പാടുമ്പോഴാണ് കവിയുന്നത് വിതയ്ക്കുകയും കവിതയുണ്ടാവുകയും ചെയ്യുന്നത്. ധാവട്ടത്തിൽ ഒതുങ്ങിയിരിക്കുന്നതല്ല. അന്നത്തെ പോക്കി, കുയിലത്തെ പാട്ടി, തിലപുഷ്പമൂക്കി, ദരിദ്ര ഇല്ലത്തെ യവാഗ് പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തി എന്ന് എഴുതിയ
തോലൻ ഉണ്ടാക്കിയത് ഒരു കലാപമായിരുന്നു. അർക്കശുഷ്കബല കോമളസ്തനീ തിന്തുനീതള വിശാലലോചനെ എന്ന സംസ്കൃത ശ്ലോകത്തിൽ എഴുതിയ മാത്രം കവിതയാകുന്ന അതിന് പട്ടുംവളയും കൊടുക്കുന്ന ചെറൂട്ടിയമ്മയോട് ആദ്യം നാടൻ ഭാഷയിൽ അന്നത്തെ പോക്കി കുയിലത്തെ പാട്ടി എന്ന് എഴുതിയപ്പോ ആ ഓല ചിന്തിച്ചാടിയ ചെറൂട്ടിയമ്മയോട് അവരെ പരിഹസിച്ചുകൊണ്ട് തോലൻ എഴുതിയത് ചുക്കിച്ചുളിഞ്ഞ മാർവിടമുള്ളവളെ, പുളിഞ്ചപ്പ് പോലെ ചെറിയ ഉണ്ടക്കണ്ടുള്ളവളെ, വയസ്സൻ കുരങ്ങനെ പോലെ മുഖം വിരാജിക്കുന്നവളെ, വൃദ്ധ വാനരസ്യ മുഖ വിരാജസേ എന്ന് എഴുതിയപ്പോൾ പട്ടുംവളയും കിട്ടി. പക്ഷേ ഇത് അർത്ഥം വളരെ വളരെ ഇവരെ പരിഹസിക്കുന്നതാണെങ്കിലും ശ്ലോകമായപ്പോൾ പട്ടുംവളയും കിട്ടി. നേരത്തത് പച്ച മലയാളമായപ്പോൾ ഓല ചിന്തിച്ചാടി. ആ കഥ തന്നെ നമ്മുടെ വേടൻ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു കാലഘട്ടത്തിൻ്റെ വിഷയത്തിൻ്റെ പ്രതിരൂപമായിരുന്നു അന്ന്. അങ്ങനെ നെടുവീർപ്പുകളല്ല, സംഗീതം അപരസല്ലാപമല്ല, സന്താന കൈവല്യമേ, മോക്ഷം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥനയും പാട്ട് എന്ന ഒരു പാരമ്പര്യ നിന ജപിക്കുന്നത്. യമൻ വന്നാൽ കൊല്ലാത്തവൻ വിടമാട്ട. യമൻ കാലൻ കൊല്ലാത്തവനാണ്, വിട്ടില്ല നിന്നെ. എന്നാ സാംബശിവദാസൻ എന്ന തൊടമാട്ടേൻ. മണിച്ചിത്രത്താഴ് സിനിമ ഇറങ്ങിയത് കൊണ്ട് വിടമാട്ടേൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ശിവന്റെ ഭക്തനാണെങ്കിൽ വിടമാട്ടേൻ. അവിടെയാണ് ശൈവ വൈഷ്ണവ വൈരുദ്ധ്യങ്ങളുടെ കഥ നമുക്ക് ഓർമ്മ വരുന്നത്. ഈ മുറുകുന്ന താളം ശൈവമതത്തിൻ്റെതായി, വൈഷ്ണവ മതത്തിൻ്റെത് ധ്യാനാവസ്ഥയിൽ മന്ത്രങ്ങളാണ്. ഈ ഹിന്ദുമതം ഇന്ത്യയിൽ ഉണ്ടാകുന്നതിന് ഏറെ കാലം മുമ്പ് ശൈവ വൈഷ്ണവ സംഘടനകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് രാവണൻ അന്നത്തെ വേടനായിരുന്നു. അറിയാവോ? രാവണൻ അന്നത്തെ വേടനായിരുന്നു. ബാഹുബലി സിനിമയിൽ ശിവന്റെ വലിയ വിഗ്രഹം എടുത്തിട്ട് വെള്ളച്ചാട്ടത്തിന്റെ അടിയിലേക്ക് കൊണ്ടുവെക്കാൻ പോകുന്ന ബാഹുബലി, ആ ബാഹുബലി അത് കൊണ്ടുപോകുമ്പോൾ ഒരു മന്ത്രമുണ്ട്, കേട്ടിട്ടുണ്ടോ? ജടാകടാഹസംഭ്രമഭ്രമന്നിലിംബനിർഝരി വിലോലവീജിവല്ലരി വിശാലമാനമുദ്ധരി. ഈ ശ്ലോകം രാവണകൃത ശിവസ്തോത്രം എന്നറിയപ്പെടുന്നത്. രാവണൻ കൈലാസം എടുത്ത് അമ്മാനമാടുമ്പോൾ കയ്യതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയപ്പോൾ ശിവനെ പ്രാർത്ഥിച്ചത് ഈ ശ്ലോകം ചൊല്ലിയിട്ടാണെന്നാണ് എന്ന് പറഞ്ഞാൽ അത് രാവണനായിരുന്നു ആദ്യത്തെ വേടൻ. അതൊരു ഉഗ്രതാളമാണ്. ആ ശിവതാണ്ഡവ താളമാണത്. ആ ശിവതാണ്ഡവ താളം, ഉഗ്രതാളം വൈഷ്ണവ ശൈവ സംഘട്ടന കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് നടരാജമൂർത്തിയായിട്ട് ശിവനെ ജട പിടിച്ച് എറിഞ്ഞ് നൃത്തം ചെയ്യുന്ന ശിവനെ, ആ ശിവൻ അന്നത്തെ കീഴാള ജനതയുടെ ദൈവമായിട്ട്, കീഴാള ജനതയുടെ പുലിത്തോൽ ഉടുക്കുന്ന, കഴുത്ത് പാമ്പ് ചുറ്റുന്ന, തലയിൽ വെള്ളം ഒഴുകുന്ന കാട്ടുദാസിയായിരിക്കുന്നവരുടെ ദൈവമായിട്ട് ഉയർന്നു വരുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം താളം മുറുകിയ താളമായി മാറുന്നത്. പിന്നെ ശങ്കരാചാര്യരുടെ കാലത്തോടു കൂടിയാണ് ഇവരെ മുഴുവൻ കൂട്ടിച്ചേർത്തിട്ട് അദ്വൈതം പറഞ്ഞിട്ട് അതും ഇതുമല്ല ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ കൂട്ടിച്ചേർത്തപ്പോഴാണ് ഈ ഹിന്ദുമതം ഇന്ത്യയിൽ ശക്തിപ്പെട്ടത്. അതുവരെ മുമ്പ് എത്ര കൊലപാതകങ്ങൾ നടന്നുള്ളൂ. ശൈവം, വൈഷ്ണവം, ഗാണപത്യം, ശാക്തേയം, 4 മതങ്ങളായിരുന്നു. അതിൽ ശാക്തേയ മതക്കാരായിരുന്നു ഇവിടെ കൽക്കത്തയിൽ കൂടുതൽ. ബന്ധുരയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ദൈവം. ബന്ധുര നമ്മുടെ കൽക്കത്ത ബേസ് ചെയ്തുകൊണ്ട് ഒരു സിനിമയുണ്ടല്ലോ മമ്മൂട്ടിയുടെ, പാഥേയം. ആ പാഥേയം എന്ന സിനിമയിലെ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? ബന്ധുരേ എന്നുള്ളൊരു വരിയുണ്ട് അതിൽ, രാസനിലാവിന് താരുണ്യം എന്നുള്ളത്. അപ്പുറത്ത് മഹാരാഷ്ട്ര ബേസ് ചെയ്ത് ഉണ്ടാക്കിയ സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ. അവിടെ ഗാണപത്യരായിരുന്നു. ഈ 4 വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് പുരോഹിതന്മാരുടെ പിടിയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്തിയെ പിടിച്ചു നിർത്തി കൊണ്ടുപോയതാണ് നമ്മുടെ രാജ്യം പുറകോട്ട് പോയത്. നമ്മുടെ രാജ്യം പുറകോട്ട് പോയത് പുരോഹിതന്മാരുടെ കയ്യിൽ. ഇന്ത്യ രാജ്യം നാടുവാഴികളാണെങ്കിലും നാടുവാഴികളെല്ലാം പുരോഹിതന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. ലോകത്തിൽ നമ്പർ 1 അറിവുള്ള രാജ്യമായിരുന്നു ഇന്ത്യ. വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ് എന്ന് പാശ്ചാത്യർ പറഞ്ഞിരുന്നു. വിവേകം കിഴക്ക് നിന്ന് ഉദിക്കുന്നുവെന്ന്. കിഴക്ക് നമ്മളാ. രാമായണവും മഹാഭാരതവും ഒക്കെ എഴുതിയത് മാത്രമല്ല, 18 പുരാണങ്ങൾ, 25,000 പേരുണ്ട്. 25,000 പേര്. അതിനു മുമ്പ് ആരും ഇല്ലാത്ത പേരല്ലേ അന്നുണ്ടാക്കിയത്.
ഇപ്പം നമ്മൾ പുരാണത്തിലെ പേരെടുത്തിട്ടാണല്ലോ, ഇനി സിനിമക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കണം. സിനിമക്ക് പേരിടുമ്പോൾ ജാനകി എന്ന് പേരിട്ടിട്ട് സുരേഷ് ഗോപിന്റെ സിനിമക്ക് പോലും സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ പുരാണത്തിൽ ഇല്ലാത്ത ജപ്പാനീസ് പേരിട്ടിട്ട് കഥാപാത്രങ്ങൾ ഉണ്ടാക്കേണ്ടി വരും അല്ലേ ചൈനീസ് പേരിടേണ്ടി വരും. അതിനും ചൈനയെ ആശ്രയിക്കേണ്ടി വരും നമ്മൾ. കാരണം ഏതൊരു പേരിൽ ഏതെങ്കിലും ഒരു ദൈവമായിട്ട് കണക്ഷൻ ഉണ്ടാവും. ഈ പുരാണങ്ങളിലെ ദൈവങ്ങളാണ് നമ്മളെ നാട്ടിൽ പിന്നെ പേരായത്. ഈ പേര് മുഴുവൻ 25,000 പേരുണ്ടാക്കിയില്ലേ അന്ന്. അതൊരു ചെറിയ ബുദ്ധിയല്ല. നമ്മുടെ ആധുനിക മോഡേൺ മെഡിസിൻ വരുന്നതിന് മുമ്പ് നാട്ടിലുള്ള വള്ളികളുടെയും ചെടികളുടെയും മരങ്ങളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും ചവച്ചരച്ചിട്ട്, ലാബറട്ടറി ഇല്ല, ടെസ്റ്റ് ട്യൂബില്ല, ഫണലില്ലാത്ത കാലത്ത്, മൈക്രോസ്കോപ്പ് ഇല്ലാത്ത കാലത്ത് വായിൽ ചവച്ചരച്ച് നോക്കിയിട്ടാണ് ആയിരക്കണക്കിന് കഷായവും അരിഷ്ടവും ലേഹ്യവും പടകവും ഗുളികയും ഒക്കെ ഉണ്ടാക്കി വെച്ചത്. അത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ബുദ്ധിയല്ല ഇവിടെ പോയി? ആ ബുദ്ധിയൊക്കെ ഇവിടെ പോയി? ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ ഹാളിലുള്ള ഏതെങ്കിലും ഒരു വസ്തു ഈ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു വസ്തു ഈ ഹാളിലുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, എവിടെ പോയി? ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഫോൺ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഫാന് കണ്ടുപിടിച്ചത്, ബൾബ് കണ്ടുപിടിച്ചത്, കാറ് കണ്ടുപിടിച്ചത് ഒന്നും ഇന്ത്യയിലല്ല. എന്തുകൊണ്ട്? കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇന്ത്യയിൽ. നളന്തയും തക്ഷശിലയും ഉണ്ട്. എന്തു പറ്റി? എക്സ്പ്ലോറിംഗ് ദി മൈൻഡ് അല്ല പാട്ടുകൾ, ശ്ലോകങ്ങൾ എക്സ്പ്ലോറിംഗ് ദി മൈൻഡ് ആയിരുന്നില്ല. പാട്ടുകൾ പുതിയതിനെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങളായിരുന്നില്ല. ഈ പാട്ടിന്റെ ഛന്ദസ്സിനകത്ത് കുടുക്കി, വട്ടത്തിൽ കുടുക്കി കടത്തുന്നതായിരുന്നു പുരോഹിതന്മാർ. അതിൻ്റെ അപ്പുറത്ത് പോകരുത്, അതിനപ്പുറത്ത് പോകരുത്. നിന്റെ ജോലി നിനക്ക് തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് നേരത്തെ, അതുപോലെ വരൂ. നിന്റെ പെണ്ണ് ഏതാണെന്ന് തലയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. SP ബാലസുബ്രഹ്മണ്യം തമിഴിലും P ജയേന്ദ്രൻ മലയാളത്തിലും പാടിയ ഒരു പാട്ട് ഓർമ്മയുണ്ടോ? കമൽഹാസൻ അഭിനയിച്ച സിനിമയിൽ കളഭച്ചു വരുവച്ച മീട് ഇളപ്പൂ കല്യാണമാല ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതി വച്ചല്ലോ ദൈവം കല്ലിൽ. ഇന്ന പെണ്ണിന് ഇന്ന ചെക്കൻ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ്, ആ തലവിധിയാണ്, വിധി എന്ന വിശ്വാസമാണ് നമ്മുടെ രാജ്യത്തെ തകർത്തത്. നീ പണിയെടുത്താലും പണിയെടുത്തില്ലെങ്കിൽ നിനക്ക് വിധിച്ചിട്ടുണ്ട്, കിട്ടില്ല. പിന്നെ എന്തിന് നീ PSCക്ക് കോച്ചിങ്ങിന് പോകുന്നത്? നിനക്ക് തലയിൽ എഴുതിയിട്ടുണ്ട്, ജോലി കിട്ടും എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്തും പോവോ? അകർമ്മണ്യതയുടെ ശ്ലോകങ്ങളാണ് നമ്മുടെ രാജ്യത്തെ തകർത്തത്. ആ അകർമ്മണ്യതയിൽ നിന്ന് കർമ്മണ്യതയിലേക്ക് മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള, പണ്ട് ഭാവനയുടെ ലൈംഗികതയായിരുന്നെങ്കിൽ ഇപ്പൊ താളാത്മകമായ ലൈംഗികത നമ്മുടെ പുതിയ തലമുറ ആവേശത്തിലൂടെ മുന്നോട്ട് നയിക്കുന്നു. പണ്ട് ഭാവനയുടെ ലൈംഗിക താളം, ഭാവനയുടെ ലൈംഗിക താളമായിരുന്നു. പുതിയ കാലഘട്ടത്തിൽ ലൈംഗികതയുടെ താളം ഭാവനയിൽ നിന്ന് മാറിയിട്ട് ശാരീരിക ബന്ധങ്ങളുടെ ലൈംഗിക താളത്തിലേക്ക് മാറിയത്. അതിനെപ്പറ്റി മാത്രം അരമണിക്കൂർ വേണ്ടി വരും. നിങ്ങൾക്ക് 3:30 പോകാൻ വേണം. അതുകൊണ്ട് ഞാനത് കൂടുതൽ നീട്ടുന്നില്ല. അതിൻ്റെ സൂചന മാത്രം തരിക. നമ്മുടെ പുതിയ സിനിമ പാട്ടുകളുടെ ചില പാട്ടുകളുടെ താളങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിലേക്ക് ഒരു ഭാഗത്ത് മാറുന്നു. അവിടെയാണ് പാട്ടിനെയും സംഗീതവും സാഹിത്യവും സരസ്വത്യ സ്തനദ്വയം ഏകമാപാദമധുരം പരമാലോചനാമൃതം എന്ന് പറഞ്ഞല്ലോ. സംഗീതവും സാഹിത്യവും സരസ്വതിയുടെ 2 മുലകളാണ്. ഒന്ന് ആപാദ മധുരമാണ്, മറ്റത് ആലോചനാമൃതമാണ്. എന്നാൽ ഇപ്പോൾ ആലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന സാറാ ജോസഫിന്റെ നോവലില് തങ്കമണി കുട്ടിക്കയറ്റത്തിൽ ബ്ലാക്കിന് അരിക്ക് പോകുമ്പോൾ കോന്നിമേശ്രീൻ്റെ പറമ്പിലൂടെ പോകേണ്ട അവിടെ ഒറ്റമുലച്ചി എന്ന് പറയുന്ന മറുതയുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒറ്റമുലച്ചിയിലേക്ക് മാറിപ്പോവുകയായിരുന്നു നമ്മുടെ പാട്ടിൻ്റെ സ്പീഡ്. സംഗീതം മാത്രമുണ്ട്, സാഹിത്യം നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. എന്താണ് പാടുന്നത്, എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാവാതെ DJ ഡാൻസിൽ തുള്ളുന്ന നമ്മുടെ പുതിയ തലമുറയില്ലേ? DJ ഡാൻസ് എന്താണത്? റാപ്പ് സംഗീതവും ചേർന്നിട്ടുള്ളതാണ്. DJയിൽ സാമ്പിളിംഗ് ഉണ്ട്, സ്ക്രാച്ചിങ് ഉണ്ട്, ബീറ്റ് ബോക്സിംഗ് ഉണ്ട്. ഇതെല്ലാം ചേർന്നിരിക്കുന്ന ഒരു സംഗീതമാണ് ഡിസ്ക് ജോക്കി. അതാണ് DJ. ആ ഡിസ്ക് ജോക്കിയിൽ ഈ താളമല്ലാതെ അതിൻ്റെ വരികളുടെയോ അർത്ഥങ്ങളുടെയോ ഒന്നും ആഴങ്ങൾ ആരും തന്നെ ശ്രദ്ധിക്കാറില്ല.
അതിൻ്റെ അർത്ഥങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിക്കുന്ന തലമുറ അല്ലേ? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് സോഡാ സർബത്ത്. നമ്മുടെ പുരാണത്തിൽ രാക്ഷസന്മാർ ചോര കുടിച്ചിട്ടുണ്ടെന്നല്ലാതെ ആരും ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് സോഡാ സർബത്ത് കുടിച്ചിട്ടില്ല. അത്തരത്തിൽ വാക്കുകൾ എന്തും പറയാം. അതിന് വിധ്വംസകമെന്നോ പുരോഗമനാത്മകമെന്നോ നോക്കേണ്ടതില്ല. വായി തോന്നിയ താളം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ DJ ഡാൻസിൽ വിധ്വംസക സംസ്കാരത്തെ ഒളിപ്പിച്ചു കടത്തുന്ന കാലഘട്ടത്തിലേക്ക് കേരളം പോകുമ്പോഴാണ്, അവിടെയാണ് പുരോഗമനാത്മകമായിരിക്കുന്ന ആശയങ്ങളുമായിട്ട് ഒരു പുതിയ തലമുറ. വേടൻ്റെ പാട്ട്, അതിൻ്റെ താളവും അതിൻ്റെ സാഹിത്യവും ഒത്തുചേരുകയാണ്. ആ ഒത്തുചേരുന്നത് 1976 ബോബ് മർലിയും അതുപോലെ പീറ്റർ ക്രോഷും ചേർന്നൊരുക്കിയിരിക്കുന്ന ജമൈക്കൻ സംഗീത ശാഖയും. അതുപോലൊരു പാരമ്പര്യമുള്ളൊരു പാട്ട് നമ്മുടെ ഭാരതത്തിൽ വരുന്നില്ല. ഇടയ്ക്ക് ചില പാട്ടുകൾ, നമ്മുടെ AR റഹ്മാന്റെ പാട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അല്ലേ, നമ്മുടെ സംഗീതത്തെ മാറ്റിമറിച്ച ഒരു പാട്ട് ജെന്റിൽമാൻ എന്ന് പറയുന്ന സിനിമയിൽ ഒട്ടകത്തെ കെട്ടിക്കോ കെട്ടിയാക വട്ടിക്കോ വട്ട പൊട്ടുകാരി, അത് നമ്മുടെ സിനിമാ ഗാന ശാഖയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയ പാട്ടാണ്. അതിൽ വട്ട പൊട്ടുക്കാരിയാണ്, അതിലൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ആ കൂട്ടത്തിലാണ് റെയിലിൻ്റെ താളത്തിൽ പാട്ടുണ്ടാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? റെയിലിൻ്റെ താളത്തിൽ പാട്ടുണ്ടായത് ചിക്കുമുക്ക് റെയിലേ അലക്കിട്ടപ്പാരൊക്കെ സ്റ്റൈലേ സിക്കുമാര മയിലേ ഓക്കെ നാ അടിക്കൂലേ എന്ന പാട്ട്. അതിൽ പ്രഭുദേവിയുടെ മനോഹരമായ ഡാൻസും ചേർന്നപ്പോൾ അത് നമ്മുടെ ഭാരതം ഏറ്റുവാങ്ങി. പക്ഷെ ആ പാട്ട് കേട്ടിട്ട് അന്ന് തുള്ളിയവരല്ലാതെ അത് കേട്ടിട്ട് ആരും റെയിലിൽ ഓടി കയറിയിട്ടില്ല, ട്രെയിനിൽ പോയിട്ട് അതിനെ ആസ്വദിച്ചിട്ടില്ല. പാട്ടിൻ്റെ താളം മുറുക്കി അവർ. ലൈല, അതൊരു പുതിയ താളമായിരുന്നു. ഈ താളമൊക്കെ കേരളത്തിലെ ഇന്ത്യയിലെ പുതിയ യുവത്വം ഏറ്റുവാങ്ങി. പക്ഷെ ആ ഏറ്റുവാങ്ങിയെങ്കിലും ഈ ബോബ് മർലിയും പീറ്റർ ക്രോഷും ചെയ്തിരിക്കുന്ന പാട്ടിനിടയിൽ മനുഷ്യന്റെ വിമോചന ആശയങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് അതിനെ പാടാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. വരണ്ട് കിടക്കുകയായിരുന്നു. മുറുകിയ താളത്തിൽ സംസ്കാരം ഉൾച്ചേർക്കുന്ന, പുരോഗമനാത്മകത, വിമോചനം ഉൾച്ചേർക്കുന്ന പാട്ടുകളുടെ കാര്യത്തിൽ നമ്മുടെ നാട് വരണ്ട് കിടക്കുകയായിരുന്നു. കേരളത്തിൽ ജാതി വിവേചനം ഇല്ല. എല്ലാവരും ഒരുപോലെയാണ്. ക്ലാസ്സിലുള്ള കുട്ടികൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ജാതി വിവേചനം സമൂഹത്തിൽ പ്രകടിതമായി കാണാനില്ലെങ്കിലും സങ്കുചിത ജാതിബോധം വളർന്നു വരുന്നു. പുതിയ കുട്ടികൾക്കെല്ലാം നായരും നമ്പ്യാരൊക്കെ ചേർത്തിട്ട് പേരിട്ട് നാട്ടിട്ടുണ്ട്. നിങ്ങൾ ചെറിയ കുഞ്ഞു മക്കൾക്ക് എന്താ നായരെന്നറിയാത്ത ചെറിയ കുട്ടിക്ക് സുമേഷ് നായർ എന്നൊക്കെ പേര് സ്കൂൾ രേഖകളിൽ ചേർക്കുകയാണ്. പുതിയ ഒരു പെണ്ണ്, ഒരു യൂട്യൂബർ, തൻ്റെ ശരീരത്തിലൂടെ ആകർഷിച്ച് പണമുണ്ടാക്കുന്ന ഒരു യൂട്യൂബർ, അവൾ മറ്റേതോ മതത്തിൽ നിന്ന് വന്നിട്ട് അവൾ പേര് നമ്പ്യാർ എന്ന് ചേർത്തിട്ട് സ്വയം സ്വീകരിക്കുകയാണ്. അവളൊരു ഈഴവ എന്ന പേര് സ്വീകരിക്കുന്നില്ല, നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ വരേണ്യജാതി ബോധത്തിലേക്ക് കേരളം തിരിച്ചു പോന്നു. ഇവിടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും പീഡനങ്ങളോ അവഗണ്യോ ഏറ്റാൽ അതിനെ ന്യൂനപക്ഷ പീഡനം എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നു. അത് നല്ലൊരു രാഷ്ട്രീയ ബോധമാണ്. അവർക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾക്കെതിരെ പൊരുതാൻ ആളുണ്ട്. പക്ഷെ ദളിത് പീഡനം, മധു എന്ന് പറയുന്ന ഒരു ആദിവാസി ഭക്ഷണം മോഷ്ടിച്ചിട്ട് അടിയേറ്റ് മരിച്ചിട്ട് കേരളം ഒന്നിച്ച് കരയേണ്ടതിന് പകരം അതിലെ പ്രതികൾക്ക് വേണ്ടി ജാമ്യത്തിലിറക്കാൻ വേണ്ടി പോയ വക്കീലന്മാരുടെ എണ്ണം എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാക്ഷി പറയാൻ ആളില്ലാത്തൊരവസ്ഥ. കേരളത്തിൻ്റെ പാട്ടുകൾ, പഴയ ഒരു പാട്ടുണ്ട്, വിഷുപ്പാട്ട്. വിഷുപക്ഷിയുടെ പാട്ടുണ്ട് കേട്ട അതിൻ്റെ അർത്ഥം
അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അർത്ഥം പറഞ്ഞ ഈ മധുവിനെ കൊല്ലാൻ പോയ ടീമിൽ ആ വിഷുപ്പക്ഷിയുടെ പാട്ടിന്റെ ധാർമ്മിക അർത്ഥം അറിഞ്ഞിരുന്ന ഒരുത്തനുണ്ടെങ്കിൽ ആ എന്നേക്കുമുള്ള വ്രണം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. എന്താണത്? വിത്തും കൈക്കോട്ടും എന്നൊരു വിഷുപ്പക്ഷിയുടെ പാട്ടുണ്ടല്ലോ. അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. കേൾക്കുമ്പോൾ വെറും വായ്ത്താരി പാട്ടാണ്. പക്ഷെ അതിലൊരു മനോഹരമായ ആശയമുണ്ട്. കള്ളം മുറ്റത്ത് പാടി ചെമ്പൊത്ത്. അതിൽ പറയുന്നു കള്ളൻ ചക്കേട്ടു കണ്ടാ മിണ്ടണ്ട കൊണ്ട തിന്നോട്ടെ. കള്ളൻ ചക്കയിട്ടു കണ്ടാ മിണ്ടണ്ട കൊണ്ട തിന്നോട്ടെ എന്ന് പറഞ്ഞാൽ കള്ളൻ ചക്ക പറിക്കുന്നത് പണയം വെക്കാനും ബിസിനസ് നടത്താനും അല്ലല്ലോ, തിന്ന് വിശന്നിട്ടായിരിക്കും. അതിൻ്റെ പേരിൽ പരാതി കൊടുക്കണ്ട. വിശക്കുന്നവന് മോഷ്ടിക്കാം. വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവലിന്റെ മൊത്തം പ്രമേയമാണ് ഈ ഒരൊറ്റ വായ്ത്താരിപ്പാട്ടിലുള്ളത് കേരളത്തിന്റെ. വിശക്കുന്നവന്, വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവലിന്റെ പ്രമേയം എന്താ? വിശന്നിട്ട് മോഷ്ടിച്ചതിന്റെ പേരിലാണല്ലോ ഒരുത്തനെ ഭീകര കുറ്റവാളിയാക്കി മാറ്റുന്നത്. അപ്പൊ ആ നോവൽ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് വിശക്കുന്നവന് അവകാശപ്പെട്ടതാണ് ഭക്ഷണം, അത് മോഷണമല്ല എന്നാണല്ലോ. അതാ അപ്പം മധുവിനെ അടിച്ചു കൊല്ലുന്ന കൂട്ടത്തിൽ ഒരാളെങ്കിലും ഈ പാട്ടിൻ്റെ അർത്ഥം അറിഞ്ഞിരുന്നുവെങ്കിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാട്ടുകളുടെ വരികളുടെ അർത്ഥം തിരിച്ചറിയണം എന്നാണ്. പാട്ടുകളുടെ വരികളുടെ അർത്ഥം തിരിച്ചറിയണം. ഞാൻ ജാതിയിൽ താണവനും നീ വലിയവനുമല്ല, നമ്മളെല്ലാം മനുഷ്യരാണ്. ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല. അതൊരു വലിയ പ്രഖ്യാപനമാണ്. ഞാൻ പാണനുമല്ല പുലയനുമല്ല നീ തമ്പുരാനുമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ആണെങ്കിൽ എനിക്കൊരു മൈരുമില്ല എന്നൊരു വാക്ക്, അത് കേരളത്തിൽ ഒരുപാട് ഈ കെട്ടിലമ്മമാരെ കെട്ടിലച്ഛന്മാരെ പ്രകോപിപ്പിച്ചതാണ്. ഇങ്ങനെ ഒരു പാട്ടിൽ പരസ്യമായി പാടാൻ പാടുണ്ടോ? എസ് കെ പൊറ്റക്കാടിന്റെ ദേശത്തിന്റെ കഥയിൽ കാഞ്ഞിര പുലിയാടിച്ചി എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ അന്നൊരു തെറ്റും കണ്ടിട്ടില്ല. കാരണം എസ് കെ പൊറ്റക്കാട് കുറച്ചുകൂടി ഡീസൻ്റ് ആണ് ആള്, അല്ലേ? ഹരീഷിന്റെ നോവലുകളിലെ അശ്ലീലങ്ങളൊന്നും അതൊരു വിഷയമല്ല. നമ്മുടെ പുരാണ കഥ, നമ്മുടെ സാഹിത്യത്തിൽ എത്ര ഭീകരമായ അശ്ലീലമുണ്ട്. ഇരയിമൻ തമ്പിയുടെ പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദ രസത്തെ എന്നതിൽ പച്ചയായിരിക്കുന്ന ലൈംഗികതയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എം ജി ശ്രീകുമാർ പാടിയ പാട്ടിൽ കൂത്തമ്പലത്തിൽ വെച്ചോ കുറുവഴിക്കുന്നിൽ വെച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു എന്ന് പറഞ്ഞാൽ കൈമ കയറി പിടിച്ചു എന്നാ. അരമണി നാണം മറന്നു എന്ന് പറഞ്ഞാൽ ഉടുത്ത് അഴിച്ചിട്ടു എന്നാ, അല്ലേ? അരമണി നാണം മറന്നു എന്ന് പറഞ്ഞാൽ എന്താ? നഗ്നയായിരുന്നു എന്നാ. പക്ഷെ അതൊക്കെ എം ജി ശ്രീകുമാർ വലിയ ആളല്ലേ, അതൊന്നും ഒരു തെറ്റില്ല. എന്നാൽ ഈ വാക്ക് മൈരനല്ല എന്ന വാക്ക് അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ഡോക്ടർ ടി പി സുമാരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അറിയാവോ? കേരളത്തിലെ നല്ല സാംസ്കാരിക നിരൂപനാണ്. അദ്ദേഹത്തിൻ്റെ ഉർവരതയുടെ താളം എന്ന പുസ്തകത്തിൽ ഒരധ്യായം തുടങ്ങുന്നത് നായിൻ്റെ മോൻ എന്ന വാക്കാണ്. നായിൻ്റെ മോൻ. കേരളത്തിലെ ഭൂമണ്ഡലത്തിലെ ഏറ്റവും വൃത്തികെട്ട തെറിയാണ് നായിൻ്റെ മോൻ എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. ബാക്കി എല്ലാ തെറികളും അതിന് താഴെയാണ്. പക്ഷെ നമ്മൾ സിനിമയിൽ നായിൻ്റെ മോനെ എന്നൊന്ന് പറയുന്നത് വലിയ തെറിയായി തോന്നില്ല, ഉണ്ടോ? ആ തെറിയുടെ ഭീകരതയെ കൃത്യമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് ജനിച്ചവൻ, കയ്യിൽ നിന്ന് ജനിച്ചവൻ, തൊടയിൽ നിന്ന് ജനിച്ചവൻ, കാലിൻ്റെ അടിയിൽ നിന്ന് ജനിച്ചവൻ, ഈ 4 ആൾ കഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മൈരനാണ്. എന്താ കാരണം? ബീജത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവനെയാണ് CV രാമസ്വാമി നായ്ക്കർ പറഞ്ഞത്, അവന് ബാക്കിയുള്ളവരെല്ലാം അവനെൻ്റെ തന്തക്ക് ജനിച്ചതാണ്. തന്തക്ക് ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബീജത്തിൽ നിന്ന് ജനിച്ചു. അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. മനസ്സിലായോ? ബീജത്തിൽ നിന്ന് ജനിച്ചു എന്ന് അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ബ്രഹ്മാവ് നേരിട്ട് സൃഷ്ടിച്ചവൻ, ബാക്കിയുള്ളവൻ അവനെ തന്തയ്ക്ക് ജനിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തെ തന്തൈ പേരോർന്ന് വിളിക്കുന്നത്. അതൊരു വലിയ കലാപമാണ്, നിങ്ങളറിയണം. അതൊരു വലിയ കലാപമാണ് ഈ വാക്ക്. പക്ഷെ ആ വാക്ക് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഈ വാക്കും ഒരു ദിവസം അല്പം കഞ്ചാവും ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലാണ് സകല ആൾ ഇയാളെതിരെ കല്ലെറിയാൻ പോകുന്നത്. പക്ഷെ കഞ്ചാവ് ഉപയോഗിച്ച് ശരിയാണെന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല. വേടനെ കഞ്ചാവ് ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെ, ന്യായീകരിക്കുന്നില്ല. പക്ഷേ
പക്ഷേ നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടും ചങ്ങമ്പുഴ ഉപയോഗിച്ചതിൻ്റെ 100-1 കഞ്ചാവൊന്നും വേടൻ ഉപയോഗിച്ചിട്ടില്ല. ഉണ്ടാവുമോ? അവരെല്ലാം ലഹരിയുടെ അടിമകളായിരുന്നു. പക്ഷെ വേടൻ അത് തുറന്നു പറഞ്ഞു, തെറ്റാണ്, എൻ്റെ ബാല്യത്തിലുള്ള സൗഹൃദങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷെ വേടൻ ഉയർത്തിക്കൊണ്ടുവന്ന സംസ്കാരം, അദ്ദേഹം ക്ലാസ് റൂമിലെ മികച്ച വിദ്യാർത്ഥിയായിരുന്നില്ല. അധ്യാപകരുടെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞങ്ങളൊന്നും സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ബുദ്ധി വളർന്നത് നിങ്ങളെ അച്ചടക്കമുള്ള ടൈറ്റായ പീരീഡല്ല, ഫ്രീ പീരീഡില്ല നമുക്കൊക്കെ ബുദ്ധി വളർന്നത്. 2 വർത്തമാനം പറയാലോ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ തമ്മിൽ വർത്തമാനം പറയുമ്പോൾ ആ വർത്തമാനം പറയുന്നത് നിഷേധിച്ചുകൊണ്ട് അതിനെ തടയാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ക്ലാസ്സിലെ മാഷ് ഒരു ഏജന്റിനെ ആക്കും, ബോർഡുമിൽ പേര് എഴുതാൻ. ആ ഭീകരൻ്റെ പേര് ആ ക്ലാസ് ലീഡർ. നമ്മളെയൊക്കെ സൗഹൃദങ്ങൾ തടഞ്ഞ വിദ്വാന ഈ ക്ലാസ് ലീഡർ. കുട്ടികൾ പരസ്പരം വർത്തമാനം പറയണം. ഞാൻ നിർമ്മലഗിരി കോളേജിലും ബ്രണ്ണൻ കോളേജിലും പഠിച്ചതാണ്. നിർമ്മലഗിരി കോളേജ് വളരെ 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 സൈലന്റ് കോളേജാണ്. ബ്രണ്ണൻ കോളേജ് എപ്പോഴും ഓപ്പണാണ്. പക്ഷെ അപ്പുറത്തെ കോളേജിൻ്റെ 10 ഇരട്ടി ബുദ്ധിവികാസമാണ് ഇപ്പുറത്തെ കോളേജിൽ ഉണ്ടാകുന്നത്. 10 ഇരട്ടി ബുദ്ധിവികാസമാണ്. നമ്മുടെ പഴയ വിദ്യാഭ്യാസത്തിൻ്റെ സങ്കല്പങ്ങളെല്ലാം നമ്മൾ അട്ടിമറിക്കേണ്ട കാലമായി. സംഭവം എന്താ, നമ്മളെ വിദ്യാഭ്യാസത്തിൽ എന്ത് പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റിയും ചോദ്യം ഉത്തരവും ആരതാണെന്ന് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ഉള്ളവരില്ലാത്തവരോടല്ലേ ചോദിക്കണ്ടേ? ഉള്ളവർ ഇല്ലാത്തവരോടാണോ ചോദിക്കണ്ടേ? അല്ലല്ലോ, ഇല്ലാത്തവർ ഉള്ളവരോടല്ലേ ചോദിക്കണ്ടേ? ഇല്ലാത്തത് കൊണ്ടല്ലേ കുട്ടികൾ സ്കൂളിൽ വരുന്നത്, അറിവില്ലാത്തതുകൊണ്ട്. ഉള്ളവരല്ലേ അധ്യാപകർ. അപ്പൊ ചോദ്യം ചോദിക്കേണ്ട കുട്ടികളല്ലേ, ഉത്തരം പറയേണ്ട അധ്യാപകരല്ലേ? ഇപ്പോഴും അധ്യാപകർ ചോദ്യം ചോദിക്കുക, കുട്ടികൾ ഉത്തരം പറയാം എന്ന ഈ വിഡിത്ത പരിപാടി. അധ്യാപകർ ചോദ്യം ചോദിക്കും, ഉത്തരം അറിയ പിന്നെ ഇവന് സ്കൂൾ വരുമോ? ഏത് ഉത്തരം മാഷ് ചോദിക്കുന്നത്? മാഷ് കൊടുത്തേൽപ്പിച്ച ഉത്തരം മാഷ് തിരിച്ചു വാങ്ങിയ പിന്നെ ഇവന്റെ കയ്യിൽ ഉത്തരവുണ്ടോ? അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ചേരുമ്പോൾ 10ാം ക്ലാസ്സിലെ കയ്യിലില്ല. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുമ്പോൾ +2ന്റെ കയ്യിൽ പോയി എന്ന വിഡിത്തത്തെ തിരുത്തേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമുകൾ എക്സ്പ്ലോറിംഗ് ദി മൈൻഡ് ആവണം. അങ്ങനെയുള്ളൊരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് നല്ല കുട്ടിയല്ലാതെ പഠിച്ച ഇവൻ ഹിരൺദാസ് മുരളി, അവൻ പക്ഷേ അടങ്ങിയിരുന്നിട്ട് അവൻ്റെ ജീവചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അറിയാം, അവനെ പഠിപ്പിച്ച അധ്യാപകരെ അന്വേഷിച്ചറിയാം, ആ ക്ലാസ്സിലുള്ള എല്ലാ കുഴപ്പങ്ങളുടെയും ട്രംപായിരുന്നു ഇവൻ. അതിൽ പോയിട്ട് ഇടപെട്ട് അടുപ്പിക്കൂ, എന്നിട്ട് മധ്യസ്ഥം പറയും. ട്രംപിൻ്റെ പണി അതിനെന്താ? അടുപ്പിക്കുക, മധ്യസ്ഥം പറയുക, അല്ലേ? പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് ഇവൻ തന്നെ തീർക്കും. അധ്യാപകർ വരുമ്പോഴേക്കും ഇവൻ തീർക്കും. അത്തരത്തിലുള്ള വായനയുടെ അനുഭവങ്ങളുള്ള ഇയാൾ വെറും ഒരു തെറിപ്പാട്ടുകാരനായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ സമൂഹം ഇയാളെ കാണുന്നത്. വായനയുടെ ഒരു വലിയ ഒരു മഞ്ഞിൻ്റെ ഉള്ളിൽ ഇയാളുടെ ഉള്ളിലുണ്ട്. അയാളെ അംഗീകരിക്കാൻ കേരളത്തിലെ ഒരു പുതിയ തലമുറ തയ്യാറായി എന്നതാണ് ഈ കഴിഞ്ഞ ഒരു 10-25 വർഷത്തിനിടയിൽ കേരളം കണ്ട് ഏറ്റവും പോസിറ്റീവായിരിക്കുന്ന ഒരു ചലനം. ഈ വേടൻ എന്ന് പറയുന്ന പയ്യനെ കേരളത്തിലെ പുതിയ തലമുറ സ്വീകരിച്ചു എന്നുള്ളതാണ്, അവനെ അംഗീകരിച്ചു എന്നുള്ളതാണ്. നമ്മളെത്ര ഭക്തിഗാനങ്ങളും നമ്മളെത്ര വിപ്ലവഗാനങ്ങളും പാടിയിട്ട് അതൊന്നും ആരും മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവൻ ഒറ്റ വർത്തമാനം പറഞ്ഞപ്പോൾ നാമജപ ഘോഷയാത്ര നടത്തിയ സമൂഹത്തിലാണ് അവനെ കാണാൻ, അവനെ കേൾക്കാൻ പുതിയ തലമുറയിൽപ്പെട്ട ആയിരങ്ങൾ തടിച്ചുകൂടുന്നത്. അതിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നൊരു ഘടകം ഇവനൊരു തൊപ്പിയല്ല എന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ തൊപ്പിയുടെ പുറകെ കുറെ കുട്ടികൾ പോയിരുന്നു. ആ തൊപ്പിമാരി കേരളത്തിലെ കുട്ടികളിങ്ങനെ റീലുകളുടെ പുറകെ പോയി തൊപ്പിമാരി ഇക്കിളിപ്പെടുത്തുന്ന റീലുകൾ ഉണ്ടാക്കി ചില കുടുംബങ്ങൾ ബാക്കി എല്ലാ പണി ഉപയോഗിച്ച് ടീനായിട്ട് മെനക്കെട്ടിരിക്കുക. ഭാര്യയും ഭർത്താവും കുട്ടികളും കൂടി റീൽ ഉണ്ടാക്കുക വിടുക. അതിൽ നോക്കിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുക. അതിലൊന്നും തന്നെ ഉള്ളി തോല് പൊളിച്ച പോലെ അവസാനം പൊളിച്ചാലും ഒന്നും ഉണ്ടാവില്ല. അതിൽ വെറും കുറെ കോമഡികൾ അവതരിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അവിടെയാണ് അതെല്ലാം വിട്ടിട്ട് തൊപ്പികളിൽ നിന്ന് പുതിയ തലമുറയെ മോചിപ്പിച്ച് ഇവൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ആ ആവേശത്തിലേക്ക് അതൊരു വില്ലുവണ്ടി യാത്രയാണ്. വേടേണ്ടത് ഒരു വില്ലുവണ്ടി യാത്രയാണ്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയിലെ ആ പാട്ടിൽ കേവലം അവൻ്റെ ജാതിയെപ്പറ്റിയും അവൻ്റെ ദളിത സമൂഹത്തെ പറ്റിയും മാത്രമല്ല, അതിൽ ഗാസയുണ്ട്, അതിൽ സിറിയയുണ്ട്, അതിൽ യുദ്ധവിരുദ്ധമായ ആശയങ്ങളുണ്ട്,
അതെല്ലാം അവൻ ഉൾച്ചേർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ആ നിഷാദ ശബ്ദം വിടംബഗാഥകൾ കേട്ടും സുരരണയും എന്ന് കുമാരനാശാൻ പറയുന്നുണ്ട്. അനുകരണ സംഗീതം കേട്ടിട്ടുമ്പോഴും എന്നാൽ ഇത് സരളമനോഹരമായ സത്യഗാനമാണ് എന്ന് ലീലയുടെ കരച്ചിലിന് മദനൻ വരുമോ എന്നതിന് ആശാൻ പറയുന്നുണ്ട്, ഇത് സരളമനോഹരമായ സത്യഗാനമാണ്. ആ സരളമനോഹരമായ ഒരു സത്യഗാനം നമ്മൾ ഇവിടെ കേട്ടു. അതിൽ ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിൽ നിറങ്ങളൊന്നുമില്ല, കിനാവിൻ്റെ കൊട്ടാരത്തിൽ മന്ത്രിയും രാജാവും ഞാൻ തന്നെ. വിയർപ്പ് തുന്നിയിട്ട കുപ്പായമാണ്, അതിൽ ഡെക്കറേഷനുകളൊന്നുമില്ല, നിറങ്ങളുടെ ഡെക്കറേഷനൊന്നുമില്ല. ഏറ്റവും കൂടുതൽ കേരളം ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ഇപ്പോൾ കേരള സർക്കാർ പറയുന്നുണ്ടല്ലോ, ഇത്ര സംരംഭങ്ങൾ തുടങ്ങിയത്. അതിൽ ഒരുപാട് എണ്ണം എന്താണെന്നറിയോ, ബ്യൂട്ടി പാർലറാണ്. സംരംഭങ്ങൾ തുടങ്ങിയത് ബ്യൂട്ടി പാർലറാണ്. ആ നിറങ്ങളെ കൊണ്ട് ശരീരവും മറ്റൊക്കെ പുതപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ചെറുപ്പക്കാർ സ്റ്റുഡിയോയിലേക്ക് ഓടുന്നതിനിടയിലാണ് വിയർപ്പ് തുന്നിയിട്ട എൻ്റെ കുപ്പായത്തിൽ നിറങ്ങളില്ല, ഒരു ബനിയൻ ഇട്ടിട്ടൊരുത്തം വരുന്നു. ഒരു ബനിയൻ ഇട്ടിട്ടൊരുത്തം വരുന്നു. കിനാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവുമില്ല, മന്ത്രിയുമില്ല, എല്ലാവരും ഈക്വലാണ്. ചെറിയ ഭൂമിയല്ലേ നമുക്ക് വിധിച്ചത്, ഉച്ചക്കിറുക്കിൽ നിന്ന് ഉയരത്തിൽ പറക്കാം. അവിടെ ശ്രദ്ധിക്കും, ഉച്ചക്കിറുക്കല്ലേ, ഉച്ചപ്പിരാന്ത് എന്ന് പറയുന്നൊരു ശൈലിയുണ്ട്. അതിന് ഇവ മാറ്റിയിട്ട് ഉച്ചിക്കിറുക്ക്. ഇവിടെ ചില കിറുക്കുകൾ ഉണ്ടാവണം. ഈ ലോകത്തെ മാറ്റിയത് കിറുക്കന്മാരാ. ആടെയുണ്ട് ഒരു കുട്ടി, ഒരു ഗുണത്തിനുമില്ല, ഒരു ദോഷത്തിനുമില്ല എന്ന് പറയാറുണ്ട്. പിന്നെന്തിനാ ഒരു കുട്ടി? ഒരു ഗുണത്തിനുമില്ല, ഒരു ദോഷത്തിനുമില്ല, പിന്നെ ഒരുത്തം വേണം ഈ ഭൂമിയിൽ? ലോകം മാറ്റിയത് മുഴുവൻ കിറുക്കന്മാരാ, ഭ്രാന്തന്മാരാ. നല്ല മനുഷ്യനാണെന്ന് പറയുന്നവരെ കൊണ്ട് ഈ ലോകത്തിന് ഒരു ഗുണവുമില്ല. വേറിട്ട് ചിന്തിക്കുന്നവരുണ്ടോ? അതാണ് ഉച്ചിക്കിറുക്ക്. ആ ഉച്ചിക്കിറുക്കിൽ നിന്ന് ഉയരത്തിൽ പറക്കാം, മേലോട്ട് ഉയരാം. ഉച്ചിക്കിറുക്കിൽ നിന്ന് മേലോട്ട് ഉയരാം. കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, പച്ച നേരെ വാ നേരെ പോ. കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും എനിക്കറിയില്ലടാ. ആര് കാണുവാൻ അടങ്ങി ഒതുങ്ങി ജീവിച്ചിട്ട്? ഈ അച്ചടക്കം, പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ സാഹിത്യ സമാജത്തിലും അച്ചടക്കം എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടാക്കിയതാണത്. എല്ലാ സാഹിത്യ സമാജത്തിലും ആദ്യത്തെ വിഷയം അച്ചടക്കം. ഈ അച്ചടക്കം എന്ന വാക്ക് തന്നെ അശ്ലീലമാണ്. കുറേ അച്ചിൻ്റെ ഉള്ളിൽ അടക്കി കിടക്കാനാണോ മനുഷ്യന് ഈ ബുദ്ധി തന്നത്? അല്ലല്ലോ. ഓരോ മനുഷ്യനും സ്വതന്ത്രമായ വ്യക്തിത്വത്തിൽ വിസ്ഫോടനം നടത്താൻ ആ കിറുക്കിൽ നിന്ന് മേലോട്ട് ഉയരാനാണ്. അതൊരു പുതിയ തത്വശാസ്ത്രമാണ്. അതുകൊണ്ട് അടങ്ങി ഇങ്ങ് ജീവിച്ചിട്ട് ആര് കാണുവാൻ? എന്തെങ്കിലും ചെയ്യൂ. ചലിക്കുന്നുണ്ടെങ്കിലല്ലേ, ചലനമുണ്ടെങ്കിലല്ലേ ആളുകൾ അറിയൂ. ഈ ലോകത്തിൻ്റെ സകലമായ അടിത്തറയും ചലനമാണല്ലോ. ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം എന്നത് പതിഞ്ഞ താളത്തിൽ പാടിയത് തന്നെയാണ്. അടങ്ങി ഇരുന്നിട്ട് ആര് കാണുവാൻ, ചലിക്കടാ എന്ന് ഇവൻ ഒച്ചത്തിൽ നിഷാദത്തിൽ പാടുന്നത്. പദവി പണമൊന്നും വേണ്ടടാ. ഈ പണം ഇങ്ങനെ ഉണ്ടാക്കുക, പണം ഉണ്ടാക്കിയിട്ട് ആ പണം എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ വെറുതെ ആർക്കൊക്കെ വായി എറിഞ്ഞിട്ടിപ്പോൾ ഒരുപാട് ആൾ ശമ്പളം വാങ്ങി ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ മക്കളെല്ലാം കാനഡയിൽ പോയിട്ട് ഇപ്പോൾ തീർത്ഥയാത്രക്ക് പുറപ്പെടുക, സകല കണ്ടെടുത്ത് പോയി ഇരിക്കുക, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. ഇതാണ് പരിപാടി. ഇതാ പരിപാടി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അടുത്ത കാലത്ത് ഭാഗവത സപ്താഹങ്ങൾ വർദ്ധിച്ചു വരുന്ന കണ്ടിട്ടുണ്ടോ? ഭാഗവത സപ്താഹങ്ങളാണ് ഇവിടെയും. രാവിലെ വായിക്കുന്നിടത്ത് ആരും ഉണ്ടാവില്ല, ഒരു 10-100 ആളുണ്ടാവും. ഉച്ചക്ക് 1 മണിയാകുമ്പോഴേക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഊട്ടുവരെ ഉണരുമ്പോഴേക്ക് ഭയങ്കര ആളായിരിക്കും. ഇതിൽ പോകുന്ന അതിനുവേണ്ടി ഭാഗവത സപ്താഹത്തിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന സ്ഥലത്ത്, ഇങ്ങനെ എന്തിനാണെന്നറിയാതെ ഇങ്ങനെ പോകുന്ന കുറേ ആളുകൾ. പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ അവസാനം എന്തു ചെയ്യണമെന്നറിയാത്ത ആളുകൾ. അതൊന്നും എനിക്ക് വേണ്ട, പദവിയും പണമൊന്നും വേണ്ടടാ. നമ്മുടെ പാട്ടുകൾ, പഴയ പാട്ടുകൾ, പെരിയാറേ പെരിയാറേ
പർവ്വത നിരയുടെ പനിനീരേ. ഇത് യാഥാർത്ഥ്യമാണോ? കാലക്കുംവെള്ള പെരിയാറിന് അരുമകളല്ല നമ്മൾ, കാൽത്തോടും മണ്ണെല്ലാം മലിനമല്ലേ എന്നാണ് വേടൻ ചോദിക്കുന്നത്. നമ്മൾ ഈ പർവ്വത നിരയുടെ പനിനീരാണോ സത്യത്തിൽ? കാൽത്തോടും മണ്ണെല്ലാം മലിനമല്ലേ? അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ? ശ്വസിച്ചതെല്ലാം പുകപടലമല്ലേ? പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ. പിറക്കാതെ പിറന്നവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പിറക്കാതെ മണ്ണിൽ നിന്ന് പറന്നവർ തുണയുണ്ടല്ലോ. ആ ദളിത് സമൂഹം, ഉത്തരാധുനിക സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദളിത് മോചനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. ആ പ്രമേയത്തെ പാട്ടിലേക്ക് മാറ്റിയെടുക്കാൻ ഒരു സിനിമാ പാട്ട് ഇതുവരെ കേരളത്തിൽ പഠിത്തൊന്നു ഇറങ്ങിയോ? ഉത്തരാധുനിക സാഹിത്യം ഏതെങ്കിലും സിനിമാ പാട്ടിലുണ്ടായോ? അത് നോക്കൂ. സിനിമാ പാട്ടാണല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിക്കുന്നതും കേൾക്കുന്നതും. ഒരു നാടകഗാനത്തിൽ ഉത്തരാധുനിക സാഹിത്യം ചേർത്തോ? ഇല്ല. കവിതകളായിട്ട് എഴുതുന്നുണ്ട് ഉത്തരാധുനിക സാഹിത്യം. ആ കവിതകൾ വായിക്കുന്നത് എത്ര ജനകീയമായില്ലല്ലോ. പാട്ടുകൾ എന്ന് പറയുന്നത് സാഹിത്യത്തെ ജനകീയമാക്കാനുള്ള വളരെ മനോഹരമായ വഴിയാണ്. നമ്മുടെ കവികൾ സിനിമാക്കാരെ മുഴുവൻ അധിക്ഷേപിച്ചിട്ട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ദൂരെ മാറി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് പറ്റിയ അബദ്ധം. വയലാറും പി ഭാസ്കരനും ONV-യും തിരുനെല്ലൂർ കരുണാകരനും ഒക്കെ ചെയ്തത് അവരുടെ കാവ്യ കഴിവുകളെ സാമൂഹ്യ വിപ്ലവത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിന്ന സമരംഗണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടിയെന്ന് പരസ്യമായി പാടാൻ ധൈര്യം കാണിച്ചു എന്നതാണ്. അവര് പരസ്യമായിട്ട് അവരുടെ രാഷ്ട്രീയ നിലപാട് പാട്ടുകളിലേക്ക് മാറ്റാൻ പറ്റി എന്നതാണ്. അതിൻ്റെ പേരിൽ അവരൊരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ആധുനിക കവികൾ ഒരുപാട് നല്ല കവിതകളുണ്ട്, എത്ര നല്ല കവിതകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ആ കവിതകളൊന്നും തന്നെ സാധാരണ മനുഷ്യർ വായിക്കുന്നത് എത്ര പേരാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാധാരണ മനുഷ്യർ കവിത വായിക്കുന്നവർ എത്ര പേരാണ്? നല്ല നല്ല കഥകൾ വായിക്കുന്നത് എത്ര പേരാണ്? സോമൻ കടലൂരിനെ വായിച്ചവർ എത്ര പേരുണ്ട് ഈ സദസ്സിൽ? ഒന്ന് കൈ ഉയർത്തു. സോമൻ കടലൂരിനെ വായിച്ചവർ ഒരാളാണ് കൈ ഉയർത്തിയത്. PK പാറക്കടവിനെ വായിച്ചവർ എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തു. 5 ആളാണ് കൈ ഉയർത്തിയത്. നോക്കൂ. പിന്നെ കുട്ടികളെ കുറ്റം പറയണോ? വളരെ ചുരുങ്ങി. ഞാൻ നിങ്ങളെ അപമാനിക്കാനും അവഹേളിക്കാനും പറഞ്ഞല്ല. നമ്മൾ കവിത, ഉത്തരാധുനിക കവിത വായിക്കുന്നവർ വളരെ കുറവാണ്. എന്നാൽ വേടൻ്റെ പാട്ടിൻ്റെ ഒരു വരിയും കേൾക്കാത്ത ഒരൊറ്റ ആൾ ഇവിടെയില്ല. അവിടെ ആ പാട്ടിൻ്റെ ഒരു കരുത്ത്. ഉത്തരാധുനിക സാഹിത്യത്തെ ഇതിലേക്ക് കൊണ്ടുവന്നു. ഉത്തരാധുനിക സാഹിത്യത്തെ പാട്ടിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ താളം മുറുക്കി. ഈ താളം മുറുക്കിയത് നമ്മുടെ ഈ പതിഞ്ഞ ഇന്ന ഇട്ട ഉമ്മയില്ലേ, ഇത് പണ്ടത്തെ പാട്ടുകളിലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷോക്ക് അബ്സോർബർ ഇല്ലേ? ഷോക്ക് അബ്സോർബർ കാറിൻ്റെ. മലയാളത്തിലെ സിനിമാ പാട്ടുകളുടെ ഏറ്റവും ആകർഷണമായത് കനകച്ചീലങ്ക കീലുങ്ങി കീലുങ്ങി അല്ലേ, ഇങ്ങി ഇങ്ങി ഇഞ്ച ഇന്ന ഇട്ട ഉപ്പ ഉമ്മ, അതാണ്. അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കേ സ്വരരാഗസുന്ദരിമാർക്കോ എന്നല്ല ഉള്ള പാട്ടല്ലേ? ആ പാട്ട് കേട്ടവര്, ഈ പാട്ട് കേട്ട ഒരു ടീമും ഒരു യുദ്ധം വന്നാൽ നിലവിളിക്കല്ലാതെ എന്താ ചെയ്യേണ്ടതെന്നുള്ള വിശേഷ ബുദ്ധിയില്ലാത്ത ടീമായിരിക്കും. ഒരു യുദ്ധം വരുന്നു, ഒരു മിസൈൽ വരുന്നു, അപ്പോൾ ആലോചിച്ചൊക്കെ ഒരു പൊരുത്തമുണ്ടാവില്ല. അവർക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മുറിച്ചു കടക്കാൻ കരുത്തുണ്ടാവില്ല. അവിടെയാണ് ഓടരാ എന്ന് പറയുമ്പോൾ ഓടാൻ പ്രേരിപ്പിക്കുന്ന പാട്ടുമായിട്ട് ആരെങ്കിലും വരണ്ടേ? പ്രതികരിക്കാൻ ഒരാൾ വേണ്ടേ? വായനയുടെ 10 ഘട്ടങ്ങളിൽ അവസാനത്തെ ഘട്ടം പ്രതികരണമാണ്. വായനയ്ക്ക് 10 ഘട്ടങ്ങളുണ്ട്. 1, വായിക്കാൻ തോന്നണമെന്ന്. ആ തോന്നിപ്പിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം, പുസ്തകം കിട്ടാത്തതല്ല. 2, അന്വേഷണമാണ്. അന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നവർ നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, പണ്ട് വായിക്കാൻ അത്രയേ പുസ്തകമുള്ളൂ, സെലക്ഷൻ വേണ്ട, അത്രയേ കിട്ടൂ.
ഇപ്പൊ പുസ്തകങ്ങളുടെ അതിസാരമാണ്, പുസ്തകങ്ങളുടെ അതിസാരമാണ് നടക്കുന്നത്. ഇതിൽ ഏതാ എനിക്ക് വേണ്ടത് ഏതാ വേണ്ടാത്തതെന്ന് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് നല്ല അന്വേഷണം നടത്തണം. വായനക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ചവറുകളുടെ മുന്നിൽ പെട്ടിട്ട് സമയം പോകുന്നു എന്നാണ്. 3, അത് വാങ്ങണമെന്നതാണ്. വാങ്ങാൻ ഒരു പ്രയാസമില്ല, ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങാൻ സാധ്യതയുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ കേരളത്തിൽ തെരുവുകളിൽ ഏറ്റവും കൂടുതൽ ഹോട്ടലാണ് തുറന്നത്, പുസ്തകശാലകൾ പൂട്ടിപ്പോവുകയും ചെയ്തു. അത് വളരുന്ന സംസ്കാരത്തിൻ്റെ പ്രതീകമാണോ? പൈസ കൊടുത്ത് വാങ്ങണം, സമ്മാനമായി വാങ്ങണം. 300 കോടി രൂപയുടെ മരപ്പലയും കുപ്പിച്ചില്ലുമാണ് ഇപ്പോൾ വിറ്റത് കേരളത്തിൽ. 300 കോടി രൂപയുടെ മരപ്പലകയും കുപ്പിച്ചില്ലു ഒരു വീടിൻ്റെ വാതിൽ കൂട്ടാനല്ല. A+കാർക്ക് വായനശാലകളും ക്ലബ്ബുകളും കൊടുത്ത മൊമെൻറ്റുമാണ് ഈ മരപ്പലക എന്ന് പറയുന്നത്, കുപ്പിച്ചില്ലു. ഇത് പല കുട്ടികളുടെയും വീട്ടിൽ ചാക്ക് കെട്ടി വെച്ചിരിക്കുകയാണ്. അതിന് പകരം ഒരു പുസ്തകം കൊടുത്താലെന്താ? കൊടുക്കില്ല. വായനശാലക്കാർ പോലും പുസ്തകം കൊടുക്കില്ല, സമ്മാനമായിട്ട് കൊടുക്കുമോ? പിന്നെ വായ്പ വാങ്ങുമോ? വായ്പ വാങ്ങിയാൽ, ബാങ്കിൽ നിന്ന് വായ്പ വാങ്ങിയാൽ മുതലും പലിശയും തിരിച്ചടക്കണം. എന്നാൽ മുതൽ മാത്രം തിരിച്ചടച്ച് അനുഭൂതിയും അറിവും പലിശയായിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന വായ്പാ സംഘമാണ് ഗ്രന്ഥശാല സംഘം. അവർക്കെന്താ വേണ്ടത്? ഗ്രന്ഥശാല സംഘങ്ങൾക്ക് എന്താ വേണ്ടത്? അവർക്ക് ഗംഭീരമായി 12 പരിപാടികൾ നടത്തണം, നോട്ടീസ് പെരുവണം, നോട്ടീസ് വെക്കണം. ഈ പുസ്തകങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുക. മുഷിഞ്ഞു കിടക്കുന്ന പുസ്തകങ്ങൾ ഒരു നാട്ടിലെ വെളിച്ചം ഉണ്ടാവും. മുഷിഞ്ഞു കിടക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടാവണം. ചെരിഞ്ഞ് കിടന്നും വായിച്ചിട്ട് ആ പുസ്തകങ്ങൾ അഴുക്ക് വരളണം. ഇത് മിക്ക വായനശാലയിലും കയറിയാൽ വാങ്ങിക്കൊണ്ടുവച്ച. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയിട്ട് ഒരു അവലോകനം നടത്താൻ ഒരു വായനശാല ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വായിച്ചു, അതിനുശേഷം അത് വായിച്ചിട്ടില്ല. വീണ്ടും വായിക്കാൻ വേണ്ടി ഒരു വായനശാലയിൽ പോയി. 1978 ആ പുസ്തകം ആ വായനശാലയിൽ വാങ്ങിക്കൊണ്ട് വെച്ചതാണ്. 78 കോപ്പിയാണ്. ഞാൻ എടുത്തിട്ട് വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ബക്കെല്ലാം കൂട്ടി പറ്റിയിരിക്കുന്നു. ഈ അന്നത്തെ പ്രിൻറ്റിങ്ങിൽ മുറിക്കുമ്പോൾ ഈ മടക്ക് മുറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ 78 വാങ്ങിക്കൊണ്ടുവച്ച പുസ്തകം 2025 ഞാനാണ് ആ കോപ്പി ഫസ്റ്റിൽ വായിക്കുന്നത്. ആലോചിക്കൂ, അന്ത്യവിശ്രമം കൊള്ളുക പറ്റില്ല. അതുകൊണ്ട് വായ്പ വാങ്ങണം. 4-മത്തെ തുറക്കണമെന്നതാണ്. മിക്ക വീട്ടിലും പുസ്തകങ്ങളുണ്ട്, വായിക്കും, വായിച്ചിരിക്കും, എന്തായാലും വായിക്കും, പക്ഷെ വായിക്കില്ല. നാളെ തുടങ്ങാൻ മറ്റന്നാൾ വായിക്കില്ല. തുറക്കണം, 5-മത് വായിക്കണം, 6-മത്തെ വിചിന്തനം, 7-മത്തെ വിശകലനം, 8-മത്തത് സംസ്കരണം. പുസ്തകത്തിൽ പറഞ്ഞ എല്ലാം നല്ലതല്ല, നമുക്ക് ആവശ്യമുള്ള എടുക്കുക, ആവശ്യമില്ലാത്ത ഒഴിവാക്കണം. 9-മത്തത് ഓർമ്മിക്കണം. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള അവസ്ഥയിൽ ഓർമ്മിച്ചെടുത്തിൽ എന്തിനു വായിക്കുന്നു? 10-മത്തത് പ്രതികരണം. ഈ 10-മത്തെ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ പാട്ടുകൾ ഒരു പ്രധാന ഘടകമാണ്. ആധുനിക ഉത്തരാധുനിക സാഹിത്യത്തെ പ്രതികരണത്തിലേക്ക് എത്തിക്കുവാൻ പാട്ടൊരു പ്രധാന ഘടകമാണ്. അത്തരത്തിലുള്ള പാട്ടുകളാണ് വേടൻ ഫോക്കസ് ചെയ്യുന്നത്. ആ ഫോക്കസ് ചെയ്യുന്ന പാട്ടുകളിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ ആകർഷിക്കുമ്പോൾ അതിൻ്റെ പിറകെ അദ്ദേഹം കഞ്ചാവും അദ്ദേഹം അശ്ലീല പദം ഉപയോഗിച്ചു എന്ന പേര് പറഞ്ഞിട്ട് അതിനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന കുലസ്ത്രീകളും കുലപുരുഷന്മാരുമായി കേരളം എത്ര കാത്തു നിൽക്കുന്നുവോ അത്ര കേരളത്തിൻ്റെ സംസ്കാരം വളരുകയില്ല. അതുകൊണ്ട് നമുക്ക് ഒത്തുചേർന്ന് പൂനിലാവും പൊൻകതിരും കൊയ്യണം. ഒത്തുചേർന്ന് പൂനിലാവും കാൽപ്പരികയും വേണം, യാഥാർത്ഥ്യത്തിൻ്റെ കതിരുകളും കൊയ്യാൻ വേണം. അത്തരത്തിൽ കൊയ്യാൻ പറ്റുന്ന വിധത്തിൽ യാന്ത്രികതയുടെ താളവും മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ താളവും മനുഷ്യൻ്റെ ചിന്തയുടെ താളവും കൂട്ടിയിണക്കിക്കൊണ്ട് സംസ്കാരത്തിൻ്റെ പുതിയ പന്ഥാവിലേക്ക് നമ്മുടെ തലമുറയെ കൊണ്ടുപോകാൻ വേടൻ്റെ പാട്ടുകൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന വിപ്ലവം കാലം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ അർത്ഥത്തിൽ നമ്മൾ ഈ പുതിയ തലമുറയെ നമ്മൾ നോക്കിക്കാണണം. നമ്മളെ ശീലം പഴയതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല എന്ന മട്ടിൽ പോയാൽ കേരളം അതിജീവിക്കില്ല. ഈ കേരളത്തിലും നാടുവാഴ്ത്ത് ഇപ്പോൾ കേരളത്തിൽ കുറേ ആളുകളോട് ചോദിച്ചു നോക്കട്ടെ, ഇതെല്ലാം ഒഴിവാക്കി ജനാധിപത്യം ഒഴിവാക്കിയിട്ട് രാജഭരണം വേണമെന്ന് പറഞ്ഞിട്ടൊരു ഒരു ജനഹിത പരിശോധന നടത്തിയാൽ ഒരു നല്ല ശതമാനം ആളുകൾ രാജഭരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവർ കേരളത്തിൽ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ എത്ര പിന്തിരിപ്പനാണ് നമ്മുടെ ചിന്ത, എത്ര പിന്തിരിപ്പനാണ്. അപ്പം നമ്മുടെ ജാതിബോധവും ഫ്യൂഡലിസത്തിൻ്റെ കെട്ടുപാടുകളിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ കേരളത്തിൽ വളരുമ്പോൾ നമ്മുടെ പുതിയ തലമുറയെ
അരാഷ്ട്രീയവാദത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അരാഷ്ട്രീയവാദം എന്ന് പറഞ്ഞാൽ പാർട്ടി പൊളിറ്റിക്സ് ഒന്നും അല്ല രാഷ്ട്രീയം. പാർട്ടി പൊളിറ്റിക്സിൽ പലതും ഇപ്പം അരാഷ്ട്രീയമാണ്. പാർട്ടി പൊളിറ്റിക്സിൽ ആ രാഷ്ട്രീയ പ്രവർത്തന ശൈലികളിൽ പലതും അരാഷ്ട്രീയത്തെ കുത്തിച്ചെലുത്തുകയാണ്. കാരണം പിടിച്ചു നിൽക്കണ്ടേ? പിടിച്ചു നിൽക്കാൻ അവനെന്തോ ചെയ്യുമ്പോൾ നമ്മളും അങ്ങനെ ചെയ്യണം. ചെയ്തിട്ടില്ലേ നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. എന്നാൽ നമ്മുടെ പുതിയ തലമുറയെ യഥാർത്ഥ രാഷ്ട്രീയ പന്ഥാവിലേക്ക് നയിക്കാൻ, അവനെ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വായനയോട് ചിന്തയും കൂട്ടിച്ചേർക്കണം. A+ വേണ്ടേ? എന്താ ഈ പ്ലസ്? A+ ആണല്ലോ എവിടെയും. പ്ലസ് എന്ന് പറയുന്നത് പരന്ന വായന മാത്രമാണെങ്കിൽ കാര്യമില്ല. അത് X-ആക്സിസ് ആണ്. X-ആക്സിസിനോട് കൂടി Y-ആക്സിസ് ചേരുമ്പോൾ മാത്രമേ പ്ലസ് ഉണ്ടാവുന്നുള്ളൂ. ആഴത്തിലുള്ള ചിന്തകളും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുവട്ടമുള്ള സമൂഹത്തോട് തലയുയർത്തി നോക്കുന്ന പുതിയ തലമുറയെ കൊണ്ടുവരണം. അങ്ങനെ തലയുയർത്തി നോക്കാൻ, ചളി പുരളാൻ തയ്യാറാവുന്ന ഒരു തലമുറ. വേടൻ്റെ പാട്ട് കേൾക്കാൻ പോയിട്ട് ചളി പുരണ്ടിരിക്കുന്ന ഒരു സദസ്സിനെ നിങ്ങൾ കണ്ടില്ലേ? ചളി പുരളാൻ തയ്യാറായിക്കൊണ്ട്, അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിക്കൊണ്ട്, എൻ്റെ കാലിൻ്റെ താളവും എൻ്റെ മനസ്സിൻ്റെ താളവും യോജിപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട്. ഇപ്പൊ DJ പാട്ടുകളെല്ലാം കാലിൻ്റെ താളമേ ഉള്ളൂ, മനസ്സിന് താളമില്ല. മനസ്സ് പുതിയ താളത്തിലേക്ക് പോകുന്നില്ല. ആ കാലിൻ്റെ താളവും മനസ്സിൻ്റെ താളവും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ സത്യം മാഷ്, നസീർ, മധു, മോഹൻലാൽ, ഈ ടീമിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് നമ്മുടെ മലയാളികൾ മോചനം വേണ്ടേ നമുക്ക്? ഇപ്പോഴും നമ്മൾ ആ ബ്ലോക്ക് ബസ്റ്ററിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടീനെയും കാത്തു നിൽക്കുകയല്ലേ? അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് പുതിയ തലമുറയിൽ കുറച്ച് വന്നപ്പോൾ നല്ല നടന്മാരുണ്ട്. ആ നടന്മാർക്ക് പൊളിറ്റിക്കലൈസ് ചെയ്യാതെ പലരും മയക്കുമരുന്നിനടിമയാവുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്നലെ ഒരു തമിഴ് നടനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊക്കൈൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പൊളിറ്റിക്സ് ഇല്ല. അവരുടെ താളത്തിൽ പൊളിറ്റിക്സ് ചേർക്കണം. അത് ദളിത് രാഷ്ട്രീയമാണ്. ഇത് വേടൻ ദളിത് രാഷ്ട്രീയം അവതരിപ്പിക്കുന്നു. തൊഴിലാളി രാഷ്ട്രീയവും കർഷക രാഷ്ട്രീയം. ഇപ്പൊ ഏറ്റവും കേരളം നേരിടുന്നത് കർഷക രാഷ്ട്രീയമാണ്. ആ കർഷക രാഷ്ട്രീയം അവതരിപ്പിക്കാൻ പറ്റണ്ടേ? ആ കർഷക രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത് മതസംഘടനകളാണ്. അവരാണ് കർഷകരുടെ സമ്മേളനം നടത്തി ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്നത്. കർഷക രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ കർഷകർക്ക് രക്ഷ വേണമെങ്കിൽ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടിക്കണം എന്നൊരവസ്ഥ വരുന്നു. അപ്പോൾ തൊഴിലാളി രാഷ്ട്രീയം, ദളിത് രാഷ്ട്രീയം, കർഷക രാഷ്ട്രീയം, പരിസ്ഥിതി രാഷ്ട്രീയം, സ്ത്രീ വിമോചന രാഷ്ട്രീയം, ഈ രാഷ്ട്രീയത്തെ പാട്ടിൽ ചേർക്കാൻ കഴിയണം. അതിന് പകരം ഇപ്പോൾ അടുത്ത കാലത്ത് സ്ത്രീ വിമോചന രാഷ്ട്രീയം പാട്ട് തുള്ളൽ ഗംഭീരമാണ്, പക്ഷെ മുഴുവൻ ഭക്തിപ്പാട്ടാണ്. കണ്ടില്ലേ? കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞിട്ട് വിപ്ലവാത്മകമായിട്ട് 70 വയസ്സുള്ള സ്ത്രീകളും തുള്ളുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ ഗണപതിയെയും കൃഷ്ണനെയും സ്തുതിച്ചുകൊണ്ടാണ് മിക്കതും കൈകൊട്ടിക്കളികൾ. അതൊരു വലിയ മാറ്റമാണ്. ഇപ്പം അടുത്ത കാലത്ത് DJ-യിലേക്ക് സ്ത്രീകൾ വന്നിരിക്കുന്ന ഒരു വഴിയാണ് കൈകൊട്ടിക്കളി. അത് പക്ഷേ മുഴുവൻ ഭക്തിയുടെ പരിപ്രേക്ഷ്യത്തിലാണ്. ആ പരിപ്രേക്ഷ്യത്തിൽ നമ്മുടെ കവികൾ, എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങൾക്ക് കവികളെ പരിചയമുണ്ടെങ്കിൽ, ആധുനിക കവികളെ പരിചയമുണ്ടെങ്കിൽ, ആ കവികൾക്ക് എന്തുകൊണ്ട് ഒരു കൈകൊട്ടി കളിപ്പാട്ടിന് ഈ താളത്തിനൊപ്പിച്ചിട്ട് ഉത്തരാധുനിക കവിതയെ അവതരിപ്പിച്ചുകൂടാ? അത്തരത്തിൽ കൊണ്ടുപോകാൻ ദളിത് രാഷ്ട്രീയവും സ്ത്രീപക്ഷ രാഷ്ട്രീയവും പരിസ്ഥിതി രാഷ്ട്രീയവും കർഷക രാഷ്ട്രീയവും തൊഴിലാളി രാഷ്ട്രീയവും ആധുനിക പാട്ടും ആധുനിക കവിതയും ഒത്തുചേർന്നിട്ടുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ സംസ്കാരം, കേരളം നേടിയിരിക്കുന്ന എല്ലാ നേട്ടങ്ങളും ഒരു ചെറിയ വിഷയം വരുമ്പോൾ ഊതി വീർപ്പിച്ച ബലൂണ് ഒരു സൂചി തട്ടിയ പോലെ കാറ്റ് പോകുന്ന ഒരു ബലൂണായി നമ്മുടെ കേരളം മാറുമോ? വലിയ കൊട്ടാരം പോലത്തെ വീടും മതിലും കെട്ടി അതിന് മുന്നിൽ നല്ല പൂക്കളും പിടിപ്പിച്ച് അവിടെ ഒരു പട്ടിയും പോറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നതെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കേരളമാണിപ്പോൾ ഉള്ളത്. എന്തിനാ നമ്മൾ ജോലി ചെയ്യുന്നത്? എന്തിനാ PSC കിട്ടുന്നത്? എന്തിനാ ശമ്പളം വാങ്ങുന്നത്? നല്ല വീട് വെക്കാൻ അല്ലേ? നല്ല പട്ടിയെ വാങ്ങാൻ, നല്ല പൂക്കളിൽ ലോണ് വാങ്ങിയിട്ട്. നെൽകൃഷി നഷ്ടമാണ്, പക്ഷെ ലോണ് ഭയങ്കര ലാഭം. ലോണ് പിടിപ്പിക്കില്ല, ലോണ് വാങ്ങിയിട്ട് ലോണ് പിടിപ്പിക്കും. എന്താ വരുമാനം? ലോണ് പിടിപ്പിച്ചിട്ട് ഭയങ്കര വരുമാനമല്ലേ? നെൽകൃഷി നഷ്ടമാണെന്ന് പറയുന്ന ഒരു വളരെ തെറ്റായ വിധ്വംസാത്മകമായിരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് കേരളം പോവുക. അത് പോകാതിരിക്കാൻ
അതിനെ ആ ശാന്തമായി കിടക്കുന്ന ഓളങ്ങൾ കുളത്തിൽ ഒരു ചെറിയ കല്ലെടുത്തെറിഞ്ഞാണ് ആളാണ് വേടൻ. അതിനോളങ്ങൾ സൃഷ്ടിച്ചതാണ് വേടൻ ചെയ്ത ജോലി. ഒരു കല്ലെടുത്തെറിഞ്ഞ് ഇളക്കമുണ്ടാക്കിയില്ലേ? നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഭാവി കാലഘട്ടത്തിലെ കേരള സംസ്കാരം വേടൻ ചെലുത്തിയ സ്വാധീനം അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. അത്തരത്തിൽ നമ്മുടെ പാട്ട് എന്ന് പറയുന്നത് വെറും പാട്ടാണ്. നീ നിൻ്റെ പാട്ടിന് പോടെന്ന് പറഞ്ഞിട്ടില്ലേ? ആ വെറും പാട്ടല്ല പാട്ട്. പാട്ടെന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ വികാസത്തിൻ്റെ നട്ടെല്ലായിട്ട് മാറ്റിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ മൈക്കൽ ജാക്സണും ചാർലി ചാപ്ലിനും എന്ന കലാകാരന്മാർ ഇന്നും ലോകത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ലജ്ജാവതിയെ നിന്റെ കള്ളക്കാട കണ്ണിൽ എന്ന് കുറച്ചു കാലം പാടും. പിന്നെ ആ പാട്ട് എവിടെ പോയി? ഇപ്പോൾ എവിടെ പോയി? ലജ്ജാവതിയുടെ പാട്ടിപ്പോൾ ഉണ്ടോ? ഇല്ല, അത് പോയി. അപ്പോൾ അതെല്ലാം മറന്നിട്ടിപ്പോൾ പഴയ പാട്ടുകളുടെ അതിൻ്റെ ആസ്വാദ്യതയിൽ വിലയം പ്രാപിക്കുന്നതിന് പകരം പഴയതിലെ നന്മയും പുതിയതിലെ നന്മയും കൈകൾ കോർക്കണം. സംസ്കാരം ഇപ്പോൾ എന്താ നടക്കുന്നത്? പഴയതിലെ തിന്മയും പുതിയതിലെ തിന്മയും. ആധുനിക സംസ്കാരത്തിൻ്റെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ തിന്മകളും പഴയ കാലഘട്ടത്തിലെ ഫ്യൂഡലിസ്റ്റ് സംസ്കാരത്തിൻ്റെ തിന്മകളും ഭയങ്കര ഐക്യമുന്നണിയാണ്. എന്നാൽ പഴയതിലെ നന്മയും പുതിയതിലെ നന്മയും കണ്ടാലും മിണ്ടുന്നില്ല, അവർ കൈകൾ കോർക്കുന്നില്ല. ഇന്ത്യയിലെ പശുക്കൾക്ക് പ്രതിരോധശേഷി കുറവാണ്, പ്രതിരോധശേഷി കൂടുതലാണ്, പക്ഷെ നല്ല പാലാണ്. ബ്രിട്ടീഷ് പശുക്കൾക്ക് നല്ല പാലാണ്. ഞാൻ പറഞ്ഞത് തിരിച്ചുപോയോ? ബ്രിട്ടീഷ് പശുക്കൾക്ക് നല്ല പാലും പ്രതിരോധശേഷി തീരെയില്ല. ഇന്ത്യൻ പശുക്കൾക്ക് നല്ല പ്രതിരോധശേഷിയാണ്, പക്ഷെ പാലില്ല. ഇതിനെ ക്രോസ് ബ്രീഡ് ചെയ്താൽ ഇന്ത്യൻ പശുവിൻ്റെ പ്രതിരോധശേഷിയും ബ്രിട്ടീഷ് പശുവിൻ്റെ പാലും കിട്ടുമെന്ന് വെച്ചാൽ ആദ്യം ക്രോസ് ബ്രീഡ് ചെയ്തപ്പോൾ ഉണ്ടായത് ബ്രിട്ടീഷ് പശുവിൻ്റെ പ്രതിരോധശേഷിയും ഇന്ത്യൻ പശുവിൻ്റെ പാലുമായിപ്പോയി. എന്നിട്ട് പിന്നെ മാറ്റിയിട്ടാണ് ജേഴ്സി ഉണ്ടാക്കിയത്. അതുപോലെ പഴയതും പുതുമയും കൈകൾ ചോർത്തുന്നത് പഴയതിലെ തിന്മയും പുതിയതിലെ തിന്മയായിപ്പോയ പ്രശ്നമാണ്. അതിനു പകരം പഴയതിലെ നന്മകൾ, പഴയതിലെല്ലാം മോശമൊന്നുമല്ല, ബാക്കി വല്ലതുമുണ്ടോ എന്ന് നമ്മുടെ NV കൃഷ്ണമാര്യർ പാടിയിട്ട് ബാക്കി വല്ലതുമുണ്ടോ, ദീദി പോയി, ഇതെല്ലാം പോയി. ജഡയുടെ സംസ്കാര പനയോലക്കെട്ടൊക്കെ പൊടികെട്ടി പുഴുകുത്തി ചിതലുമുറ്റി ചികയുന്നോ ചിരി വരും ചിലതിനിയുമുണ്ടെന്നോ ചിരയിലെ കവിയെടുത്തെറിയു വേഗം എന്ന് ചങ്ങമ്പുഴയും പാടിയിരുന്നു. അതിലെന്തോ നന്മയുണ്ടെങ്കിൽ എടുക്കാം, നമുക്ക് നിഷേധിക്കണ്ട. പുതിയതിലെ നന്മയെയും കൈകൾ കോർക്കുന്ന അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന സംസ്കാരത്തിൻ്റെ പതാകവാഹകരാകാൻ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ ഭാവി കേരളത്തിലെ കുട്ടികൾ അരഭ്രാന്തന്മാരായി ഏതോ ഒരു മൂഢസ്വർഗത്തിൽപ്പെട്ട് ഉഴലുന്നത് കാണാം. അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കാൻ നമുക്ക് സംസ്കാരത്തെ പുതുക്കിയെടുക്കുന്ന പ്രക്രിയ. ഇന്ത്യ രാജ്യം തകർന്നു പോയത് ചിന്തിക്കുന്നവർ, അറിവുള്ളവരൊന്നും തന്നെ പണിയെടുത്തില്ല, പണിയെടുക്കുന്നവർക്ക് അറിവ് കൊടുത്തില്ല എന്നതാണ്. അറിവുള്ളവരൊന്നും തന്നെ ഒരു പണിയെടുക്കില്ല, എന്നാൽ പണിയെടുക്കുന്നവരോ അവർക്ക് അറിവുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇന്ത്യയിൽ A+കാരനായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആദ്യത്തെ A+കാരനായത് എന്താ? കരംചന്ദ് ഗാന്ധി എന്ന് പറഞ്ഞാൽ കർമ്മവും ചിന്തയും ചാലിച്ചു ചേർത്തു എന്നുള്ളതാണ്. കർമ്മവും ചിന്തയും ഒരുമിച്ച് കൊണ്ടുപോയി, അതാ കരംചന്ദ് ഗാന്ധി എന്നതാണ് അദ്ദേഹം A+ ആയത്. അത്തരത്തിൽ അറിവിനെയും അധ്വാനത്തെയും ഒരുമിപ്പിച്ച് സംസ്കാരത്തെ പുതുക്കുന്ന പ്രക്രിയയിലേക്ക് ഇത്തരം സംഘടന, സംസ്കാര എന്നു പേരുള്ള സംഘടന പരിശ്രമിക്കാൻ ഈ ഒരു സദസ്സ് നിമിത്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇങ്ങനൊരു വിഷയം ഞാൻ ആദ്യമായിട്ടാണ് ഈ വിഷയം ഏറ്റെടുത്ത്, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിഷയത്തിൽ സംസാരിക്കാൻ ഒരാൾ വിളിക്കുന്നത്. ആ വിഷയം തിരഞ്ഞെടുത്തതിന് ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. അതുപോലെ ഈ വിഷയം കേൾക്കാൻ ഇത്ര നേരം ഇത്രയും ആൾക്കൂട്ടം ഇവിടെ ഇരുന്നതിന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിക്ക്, ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.